ഹബീബായ നബി തങ്ങൾ മിമ്പറിൽ കയറിയിട്ട് മസീഹു ദജ്ജാലിന്റെ കഥ പറഞ്ഞു കൊടുത്തു. ഫഖാൽ ഇന്നി ലഉൻദിറുകുമൂ, ഞാൻ അവനെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ്. വമാ മിൻ നബിയ്യിൻ ഇല്ലാ അൻദറ ഖൗമ, ഓരോ നബിയും അവരവരുടെ സമൂഹത്തിന് ഇവനെക്കുറിച്ച് താക്കീത് നൽകിയിട്ടുണ്ട്. വലാകിന്നി സഅഖൂലു ലക്കും ഫീഹി ഖൗലൻ ലം യഖുൽഹു നബിയ്യുൻ ഖബ്ലി, എൻ്റെ മുമ്പ് വന്ന ഒരു നബിയും പറയാത്തത്, ഒരു നബിക്കും അല്ലാഹു നൽകിയിട്ടില്ലാത്ത അറിവ് അവനെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ നൽകാൻ പോകുന്നു. ഇന്നഹു അഅ്വറു വ ഇന്നല്ലാഹ ലൈസ ബിഅഅ്വർ, അറിയണേ അവൻ ഒറ്റക്കണ്ണനാണ്, അറിയണേ അവൻ ഒറ്റക്കണ്ണനാണ്. വ ഇന്നല്ലാഹ ലൈസ ബിഅഅ്വർ, അല്ലാഹു ന്യൂനതയുള്ളവനല്ല, അല്ലാഹു ഒറ്റക്കണ്ണനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഅലമൂന അന്നഹു അഅ്വറു വ അന്നല്ലാഹ ലൈസ ബിഅഅ്വർ, അവൻ ഒറ്റക്കണ്ണനാണ്. ഇന്ന് ലോകത്ത് പിരമിഡും ഒറ്റക്കണ്ണും എന്നത് ഒരു സിമ്പലാണ്. അമേരിക്കൻ ഡോളറിൻ്റെ $1 ബാക്കിൽ കാണാൻ പറ്റിയത് ഒരു പിരമിഡും ആ പിരമിഡിൻ്റെ മുകളിൽ ഒരു ഒറ്റക്കണ്ണും. പിരമിഡ് ദുശക്തികളുടെ ഒരു അടയാളമായിട്ടാണ് ആളുകൾ കാണുന്നത്. പൈശാചിക ശക്തിയുടെ അടയാളമാണ് അത്ര പിരമിഡ്. കാരണം പിരമിഡിൻ്റെ നിർമ്മാണങ്ങളിൽ പിശാചുക്കളുടെ സഹായങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അമേരിക്കയിൽ നിന്ന് പിരമിഡില്ല, പക്ഷെ അവരുടെ ഡോളറിൻ്റെ ബാക്കിൽ പിരമിഡ് കാണും. ഒരു സിംഗിൾ $1 എടുത്തു നോക്കിയാൽ മനസ്സിലാവും, ബാക്കിൽ പിരമിഡ് ഉണ്ടാവും, ഒരു ഒറ്റക്കണ്ണുണ്ടാവും. ഈ ഒറ്റക്കണ്ണ് എന്തിനാണ്? ഒറ്റക്കണ്ണ് എന്താണ്? മസീഹു ദജ്ജാലിൻ്റെ വിഷയങ്ങളിലെ ഒറ്റക്കണ്ണിൻ്റെ ചർച്ച വന്നിട്ടുള്ളൂ. നമ്മുടെ ട്രഡീഷനാവട്ടെ, സെമിറ്റിക് മതങ്ങളുടെ ട്രഡീഷനാവട്ടെ, ഒറ്റക്കണ്ണുള്ള ഒരു സാധനം എന്ന് പറയുന്നതിൽ ഇപ്പോൾ കാർട്ടൂണുകളുണ്ട്. ചില മിനീസും അതും ഇതൊക്കെ ഒറ്റക്കണ്ണുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾ കാർട്ടൂണിൽ കാണുന്നുണ്ട്, പല ഗെയിമുകളിലും. പക്ഷെ ഇവരത് അതേ കൊണ്ടു നടക്കുന്നൊരു സംഗതിയാണ്. ദുശക്തിയും ലോകത്തിൻ്റെ വിമോചകനാണ് എന്ന് അവർ പറയുന്ന, ലോകത്തിൻ്റെ സംഹാരകനായി വരുന്ന എന്ന് നമ്മൾ വിചാരിക്കുന്ന മസീഹു ദജ്ജാലിൻ്റെ അടയാളമാണ് ഒറ്റക്കണ്ണ്. ഇന്നഹു അഅ്വറു വ ഇന്നല്ലാഹ ലൈസ ബിഅഅ്വർ, അല്ലാഹു ഒറ്റക്കണ്ണനല്ല, അവൻ ഒറ്റക്കണ്ണനാണ്. മംസൂഹുൽ ഐൻ, അവൻ്റെ വലത് കണ്ണ് അങ്ങ് തേച്ചുമാച്ച് കളഞ്ഞ പോലെയാണ്. അതുകൊണ്ടാണ് അവനെ മസീഹ് എന്ന് തന്നെ വിളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ, അവൻ അല്ലാഹു അല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നിസ്കാരത്തിലും നമ്മൾ അത്തഹിയാത്തിൽ ഇത് പറയാണ്. അത്തഹിയാത്തിൽ ومن فتنة المحيا والممات ومن فتنة المسيح الدجال, അല്ലാഹുവേ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് കാക്കേണമേ എന്ന്. ഫിത്നത്തുൽ നാറും ഫിത്നത്തുൽ ഖബറും ഫിത്നത്തുൽ മഹ്യാ വൽ മമാത്ത് വ ഫിത്നത്തുൽ മസീഹു ദജ്ജാൽ, 4 ഫിത്നകളെ പരാമർശിച്ചുകൊണ്ട് അല്ലാഹുവേ കാവൽ തരയണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നിസ്കാരം നമ്മൾ അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് സലാം വീട്ടുക. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് വലിയ മഹത്വമുണ്ട്. പുണ്യനിബിതങ്ങൾ പഠിക്കാൻ പറഞ്ഞ വിഷയമാണ് സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ. നിർബന്ധമായും ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർ പഠിക്കണം ഇന്നു മുതൽ. നിബിതങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളാരും അവൻ വരുന്ന സമയത്ത് എനിക്ക് ധൈര്യമുണ്ട് എന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പിലേക്ക് എടുത്തു ചാടണ്ട. അവൻ്റെ മുമ്പിലേക്ക് ചെന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നിങ്ങൾ പെട്ടുപോകും. അതുകൊണ്ട് ഫഖറഉ അലൈഹി ഫവാത്തിഹ സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യ ഭാഗം, ചില റിവായത്തുൽ 10 ആയാത്ത്, 10 ആയത്തുകൾ നിങ്ങൾ ഓതണം. അത് നിങ്ങൾക്ക് കാവലാണ്. മസീഹ് ദജ്ജാലിൽ നിന്നത് കാവലാണെങ്കിൽ അവനെപ്പോലെയുള്ള ഫിത്ന ഇനി വേറെ ഇല്ല. അതുകൊണ്ട് ബാക്കിയുള്ള ഫിത്നകൾ അവൻ്റെ താഴെയാണ്. അതുകൊണ്ട് മറ്റെല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് കാവലാണ് സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ. അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം പറയുന്ന ഭാഗം അത് പഠിച്ചു വെക്കുക. മക്കളോട് പഠിക്കാൻ വേണ്ടി പറയാം, നമ്മളും പഠിച്ചു വെക്കുക. അത് വലിയൊരു കാവലാണ്. എന്തെങ്കിലും ഒരു ഫിത്ന, മഹാന്മാർ പറയും, ചില ആളുകൾ പറയും, എനിക്ക് പിന്നെ മോശപ്പെട്ട വീഡിയോ കണ്ട് എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഈമാൻ ഇളകൊന്നുമില്ല. ഈമാൻ ഇളകും, പേടിക്കണം. ഹറാമായൊരു കാര്യം അല്ലെങ്കിൽ വ്യഭിചാരം നടക്കുന്ന സ്ഥലം, ഞാൻ അവിടെ പോയിട്ട് എനിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, ഞാനും പോയി നോക്കട്ടെ എന്താ അവിടുത്തെ കഥയെന്ന്. പോവണ്ട, നിങ്ങളുടെ ഈമാൻ ഇളകും. അത് സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ എനിക്കത് കണ്ടാലൊന്നും എൻ്റെ ഈമാൻ ഇളകൂല എന്ന് പറയണ്ട. കാരണം പിശാച്ചിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടാകും. അതുകൊണ്ട് തിന്മകളിലേക്കുള്ള ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളാരും ഒരു ഫിത്നയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കോൺഫ്രണ്ട് ചെയ്യാൻ പോകരുത്, എതിരിടാൻ പോകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. ലോകത്ത് നടക്കുന്ന ഒരുപാട് സംഭവവികാസങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിടക്കാൻ കഴിയില്ല, സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ഇന്ന് നടക്കുന്ന ഗസയിലെയും ഫലസ്തീനിലെയും വിഷയങ്ങളടക്കം വിശുദ്ധ ഹദീസിൻ്റെ വാക്കുകളിലൂടെ അങ്ങനെ നോക്കിയാൽ അവിടുത്തെ വാക്കുകളുടെ പുലർച്ചയാണ് ഇതൊക്കെ എന്ന് കാണാൻ കഴിയും. യാ അല്ലാഹ്, ഇമ്രാനു ബൈത്തിൽ തഗ്സുവന്ന ജസീറത്തുൽ അറബ് ഫയഫ്തഹുഹ അല്ലാഹ് ثم تغزون فارس فيفتحها الله ثم تغزون الروم فيفتحها الله ثم تغزون الدجال فيفتحها الله. ജസീറത്തുൽ അറബ്, അറബ് രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളൊക്കെ നിൽക്കുന്ന ആ ഒരു അറേബ്യൻ ഉപഭൂഖണ്ഡം, ദ അറേബ്യൻ പെനിൻസുല, ആ പ്രദേശത്തോട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരും എന്ന ഹദീസിലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായിരിക്കും അതിൻ്റെ കാരണം നമുക്കറിയില്ല. നാജിയത്തുൻ ഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെടുന്ന സത്യവിശ്വാസികളായ സജ്ജനങ്ങളായ ഒരു വിഭാഗം ആളുകൾ തിന്മകൾക്കെതിരെ നടത്തുന്ന ഒരു പടയോട്ടമുണ്ട്. ആ പടയോട്ടത്തിൽ ജസീറത്തുൽ അറബ് ഭാഗമാണ്. അള്ളാഹു നിങ്ങൾക്കതിൽ വിജയം തരും. ഇത് അന്ത്യനാളിൻ്റെ സമയത്ത് നടക്കുന്ന സംഭവമാണ്. ثم تغزون فارس فيفتحها الله. ഫാരിസിനോട്, പേർഷ്യയോട് നിങ്ങൾ യുദ്ധം ചെയ്യും, അള്ളാഹു വിജയം തരും. ثم تغزون الروم فيفتحها الله. റൂം എന്ന് പറയുന്നത് തുർക്കി മുതൽ മേലോട്ടുള്ള പ്രദേശങ്ങളാണ്, യൂറോപ്പിൻ്റെ ഭാഗങ്ങളാണ്. അള്ളാഹു നിങ്ങൾക്ക് വിജയം തരും. ثم تغزون الدجال. അത് കഴിഞ്ഞാൽ പിന്നെ മസീഹു ദജ്ജാലിനോടും അവൻ്റെ ആളുകളോടും നിങ്ങൾക്കൊരു യുദ്ധമുണ്ടാകും. ഫയഫ്തഹുഹ അല്ലാഹ്. അള്ളാഹു നിങ്ങൾക്കതിന് വിജയം തരും. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമ്രാനു ബൈത്തുൽ മഖ്ദിസ് ഖറാബു യസ്രിബ് വഖറാബു യസ്രിബ് ഖുറൂജുൽ മൽഹമ വഖുറൂജുൽ മൽഹമ ഫത്ഹുൽ ഖുസ്തൻതീനിയ വഫത്ഹുൽ ഖുസ്തൻതീനിയ ഖുറൂജുദ് ദജ്ജാൽ എന്ന് റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ ഹദീസുണ്ട്. ഓരോന്നിനെയും ബന്ധപ്പെടുത്തി നിൽക്കുകയാണ്. ഇമ്രാൻ ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസിൻ്റെ വിപുലീകരണം, ബൈത്തുൽ മുഖദ്ദസിൻ്റെ വിജയം, ബൈത്തുൽ മുഖദ്ദസ് വിശാലമാക്കപ്പെടുകയും, അതായത് ഫഇദാ ഉമ്മിറ ബൈത്തുൽ മഖ്ദിസ് ബിൽ മാലി വർ-റിജാലി വൽ അഖാരി വത്തസഅ ബിനാഉഹു വസാദ അനിൽ ഹദ്ദിൽ മഅറൂഫ്. ജെറൂസലേമിലെ ഹൃദയഭാഗത്ത് കിടക്കുന്ന അള്ളാഹുവിൻ്റെ മസ്ജിദും നമ്മുടെ ആദ്യത്തെ ഖിബ്ലയുമാണ് അൽ മസ്ജിദുൽ അഖ്സ. കണ്ട ആളുകൾ, യാത്ര പോയ ആളുകൾ ഈ സദസ്സിലുണ്ട്. ഉസ്താദന്മാരും ഇവിടെ ഉമറാക്കളൊക്കെ പോയിട്ടുണ്ടാകും, സദസ്സിൽ പോയ ആൾക്കാരുണ്ട്. ബൈത്തുൽ മഖ്ദിസ്, അല്ലാഹുമ്മ ജഅൽനാ അല്ലാഹുമ്മ അക്തുബ് ലനാ ഫീഹി സ്വലാത്തൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു നമുക്ക് അവിടെയൊക്കെ നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അള്ളാഹുവിൻ്റെ ഹറമാണത്, പരിശുദ്ധമായ ഖിബ്ലയാണത്, നബിതങ്ങളുടെ മസ്റയാണ്, ഇസ്രാ നടന്ന സ്ഥലമാണത്. ബൈത്തുൽ മുഖദ്ദസ് നിൽക്കുന്നത് ഒരു വലിയ കോമ്പൗണ്ടിനകത്താണ്. 4 കിലോമീറ്ററോളമുള്ളൊരു ഒരു വിശാലമായൊരു ഇടമാണ് ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനം. ചുറ്റുവട്ടങ്ങളിലും ഒരു ഭാഗത്ത് ഖബർസ്ഥാനാണ്, ഒരു ഭാഗത്ത് വെയിലിംഗ് വാൾ, 2 ഭാഗത്തും ഖബർസ്ഥാനാണ്. ഒരു ഭാഗത്ത് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം, ഒരു ഭാഗത്ത് കച്ചവട സ്ഥാപനങ്ങൾ, വലിയ വലിയ സൂക്കുകൾ, 100 കണക്കിന് സ്ഥാപനങ്ങൾ, അണ്ടർഗ്രൗണ്ട് സൂക്കുകളാണ് ബൈത്തുൽ മുഖദ്ദസിൻ്റെ പരിസരം. ബൈത്തുൽ മുഖദ്ദസ് വികസിക്കുമെന്നാണ് ഹദീസിൽ പറയുന്നത്. ഇന്ന് കാണുന്ന ഈ അവസ്ഥയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എക്സ്പാൻഷൻ സാധ്യമാക്കി കൊടുക്കും, വിശാലമാക്കി കൊടുക്കും. അങ്ങനെ ഒരു വിജയം ബൈത്തുൽ മുഖദ്ദസിനുണ്ടായി കഴിഞ്ഞാൽ ഇമ്രാനു ബൈത്തുൽ മഖ്ദിസ് ഖറാബു യസ്രിബ്, അത് മദീനയുടെ പതനത്തിന് കാരണമാകും. മദീനയെ അവിശ്വാസികളായ ആളുകൾ കൈയടക്കുകയോ തിന്മകൾ അവിടെ വാഴുകയോ ചെയ്യുന്നൊരവസ്ഥ വരും. വഖറാബു യസ്രിബ്, മദീനയിൽ പ്രശ്നങ്ങളുണ്ടായാൽ ഖുറൂജുൽ മൽഹമ, അത് വലിയ വലിയ യുദ്ധങ്ങളുടെ തുടക്കമാണ്. വഖുറൂജുൽ മൽഹമ ഫത്ഹുൽ ഖുസ്തൻതീനിയ, വലിയ വലിയ യുദ്ധങ്ങൾ നടക്കുന്നത് ഖുസ്തൻതീനിയ എന്ന പ്രദേശം മോചിപ്പിക്കപ്പെടാനുള്ള കാരണമാകും. ഖുസ്തൻതീനിയ എന്ന് ഈ പറയുന്ന ഖുസ്തൻതീനിയ എവിടെയാണ് നമുക്ക് പറയാൻ കഴിയില്ല. മുമ്പ് ഖുസ്തൻതീനിയ എന്ന് പറയപ്പെട്ടിരുന്നത് ഇസ്തംബൂളിലാണ്. ഇപ്പോൾ തുർക്കിയുടെ വലിയൊരു
കൊമേഴ്ഷ്യൽ ബിസിനസ് നഗരമായ ഇസ്തംബൂൾ, അതിൻ്റെ പഴയ പേരാ കുസ്തന്തീനിയ. പക്ഷേ നബി തങ്ങൾ പറഞ്ഞ ഈ കുസ്തന്തീനിയ ഖുറാസാനിൻ്റെ ഭാഗമായി കിടക്കുന്ന പ്രദേശമാണെന്നാണ് ചില ഹദീസ് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത്. അതായത് ഇറാനിൻ്റെ മേൽഭാഗം, റഷ്യയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങൾ, അവിടെ എവിടെയോ ഉള്ളൊരു നഗരത്തെക്കുറിച്ചുള്ള പരാമർശമായിരിക്കണം ഇതെന്നാണ്. ഫതുഹുൽ ഖുസ്തന്തീനിയ ഖുറൂജു ദജ്ജാൽ, കോൺസ്റ്റാന്റിനോപ്പിൾ കുസ്തന്തീനിയയുടെ വിജയം, അത് മസീഹ് ദജ്ജാലിൻ്റെ വരവാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ വരുന്ന ഇടം എവിടെയാണ്, ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത് എന്ന് നബി തങ്ങൾ വ്യക്തമായി പറഞ്ഞു. അഹ്ലു ശാമി വറൂം, റോമിൻ്റെയും ഷാമിൻ്റെയും ആളുകൾക്കിടയിൽ നടക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മസീഹു ദജ്ജാലിൻ്റെ വരവുണ്ടാവുക. റൂം എന്ന് പറഞ്ഞാൽ യൂറോപ്പ് എന്നാണ്. യൂറോപ്യൻ രാജ്യങ്ങളും ഷാം എന്നത് ഫലസ്തീൻ ഹൃദയമായി നിൽക്കുന്ന ഒരു വലിയ പ്രദേശത്തിന് പറയുന്ന പേരാണ് ഷാം. നബി തങ്ങൾ ഷാം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ജോർഡാനും ഫലസ്തീനും ലെബനോനും സിറിയയും ഉൾക്കൊള്ളുന്ന പ്രദേശമാണ്. ഇതിനാണ് ഷാം എന്ന് പറയാം. ഈ ഷാമും റോമും തമ്മിൽ, റോം എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ്, അവർ തമ്മിൽ നടക്കുന്ന ഒരു സംഘട്ടനത്തിൻ്റെ വിഷയത്തിലേക്കാണ് മൽഹമ എന്ന് പറയുന്നത്. കിതാബുകൾ അൽ മൽഹമത്തുൽ കുബറ, അൽ മൽഹമത്തു സുഗറ, മൽഹമയെ സംബന്ധിച്ചുള്ള ഒരുപാട് റിവായത്തുകളും ഹദീസുകളും അല്ലാമ ഇബ്നു അബി ദുന്യ അടക്കമുള്ള ഒരുപാട് ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് നമ്മുടെ ഹദീസിൻ്റെ കിതാബുകളിലൊക്കെ കാണാൻ പറ്റും. അത് വേറെ ഒരു ചരിത്രമാണ്, പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല. അള്ളാഹുവിൻ്റെ ചില സംവിധാനങ്ങൾ ഈ ലോകത്ത് നടക്കുന്നു എന്ന് കാണുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഈമാൻ വർദ്ധിക്കണം. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി തങ്ങൾ ഇതൊക്കെ പ്രവചിക്കുകയാണ്. തങ്ങൾ ഈ പറയുന്നത് അവിടുത്തെ നുബൂഅ, അവർ പ്രവചിക്കുന്നത് അള്ളാഹു നൽകുന്ന വഹയാണ്. തങ്ങൾ കാണാത്ത നാടിനെ കുറിച്ചായി പറയുന്നത്, തങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഗ്രാമങ്ങളുടെ പേരുകൾ നബി തങ്ങൾ പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് തിന്മയും നീതിയും തമ്മിലുള്ള യുദ്ധം കാലാകാലങ്ങളിൽ ഉണ്ടായിരിക്കുമെന്നാണ്. ധർമ്മവും അധർമ്മവും തമ്മിൽ, കൊലയാളികളും നിരപരാധികളും തമ്മിൽ, പാവപ്പെട്ടവരും മുതലാളി വർഗവും തമ്മിൽ, ഈമാനിൻ്റെ അഹ്ലുകാരും അല്ലാത്തവരും തമ്മിലുള്ള സംഘട്ടനങ്ങൾ കാലാകാലങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ ചില ഭാഗങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളിൽ ഹദീസിൻ്റെ പുലർച്ചയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വലൗലാ ദഫ്ഉല്ലാഹി الناس ബഅദഹും ലിബഅദ് വലൗലാ ദഫ്ഉല്ലാഹി الناس ബഅദഹും ബിബഅദ്. സംഘട്ടനങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ആളുകളെ കൊണ്ട് ചില ആളുകളെ അള്ളാഹു പ്രതിരോധിക്കുകയാണ്. അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ആരാധനാലയങ്ങളോ മനുഷ്യർക്കോ ഒന്നും നിലനിൽപ്പുണ്ടാകുമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിലേക്ക് ഞാൻ കടക്കുകയാണ്. ഫിത്നത്തുൽ അഹ്ലാസ് ഹറബുൻ വഹറബുൻ. അഹ്ലാസ് എന്ന് പറയുന്ന ഒരു യുദ്ധം നടക്കും ഇവിടെ. ഹറബുൻ വഹറബുൻ. ഹറബ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന ഒരു യുദ്ധമായിരിക്കും അത്. അൽ ഹറബ് എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൊള്ളയടിക്കുക എന്നാണ്. സമ്പത്ത് കൊള്ളയടിക്കപ്പെടുന്നൊരു യുദ്ധം നടക്കും. ഒരുപാട് യുദ്ധങ്ങൾ ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ നടന്നിട്ടുള്ള മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ, അതിലേതാണ് ഫിത്നത്തുൽ അഹ്ലാസ് നമുക്കറിയില്ല. ثم فتنة السراء دخنها من تحت قدم من أهل بيتي يزعم أنه مني وليس مني. فتنة السراء, സമ്പത്തും ആരോഗ്യവും അള്ളാഹു നൽകിയതിൻ്റെ പേരിൽ തിന്മ ചെയ്ത് തോന്നിവാസങ്ങൾ ചെയ്ത് നടക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഫിത്ന ഈ ഉമ്മത്തിന് കാണാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫിത്നത്തുൽ അഹ്ലാസ് കഴിഞ്ഞാൽ ഫിത്നത്തുൽ സറാ. സറാ എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ്. സന്തോഷത്തിൻ്റെ ഒരു ഫിത്ന വരും എന്ന് പറഞ്ഞാൽ പുരോഗതി എന്ന വാക്കിൻ്റെ മറവിൽ ഉത്തുംഗതി, പ്രോഗ്രസ്, രാജ്യം ആധുനിക സംവിധാനങ്ങളിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ ലോകം പുരോഗമിക്കുന്നു, നാടുകൾ പുരോഗമിക്കുന്നു എന്ന വാക്കിൻ്റെ മറവിൽ അള്ളാഹു നൽകുന്ന സമ്പത്തും മനുഷ്യർക്ക് നൽകിയ ആരോഗ്യവും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വഴികളിലേക്ക് ചിലവഴിക്കപ്പെടുന്നൊരു കാലഘട്ടം ഈ ഉമ്മത്തിന് വന്നു എന്നല്ലേ നമ്മൾ പറയേണ്ടത്? വരാൻ പോകുന്നു എന്ന് പോലും നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. വന്നു കഴിഞ്ഞു. സമ്പത്ത് കൊണ്ട് അള്ളാഹു ഒരുപാട് അറബ് മുസ്ലിം രാജ്യങ്ങളെ അള്ളാഹു ചാല
നിഅ്മത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പിറകിൽ മുഅ്മിനീങ്ങൾക്ക് പരീക്ഷണമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ثم فتنة السراء دخنها من تحت قدم من أهل بيتي يزعم أنه مني وليس مني. ഇങ്ങനെ മുസ്ലിമീങ്ങളുടെ കയ്യിൽ ധാരാളം കാശുണ്ടാകുന്നൊരു നേരം, ആരോഗ്യമുണ്ട്, രാജ്യം സമ്പൽ സമൃദ്ധിയിലാണ്, പുരോഗതിയിലാണ്. ആ സമയത്ത് എൻ്റെ അഹ്ലുബൈത്തിൽപ്പെട്ട ആളാണ്, തങ്ങളാണ്, സയ്യിദാണ് എന്ന് വാദിക്കുകയും എന്നാൽ അയാൾ സയ്യിദല്ല, ആ ഒരു മനുഷ്യന് ആളുകൾ ബൈഅത്ത് ചെയ്യുന്നൊരവസ്ഥ വരും, എന്നാൽ അയാൾ ശരിയായ സയ്യിദാവുകയില്ല. വഇന്നമാ ഔലിയാഇ അൽ മുത്തഖൂൻ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ മാത്രമാണ് എൻ്റെ ഔലിയാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ വഴിപ്പെടാത്ത, എന്നാൽ ഞാൻ നബിയുടെ പരമ്പരയിലാണ് എന്ന് പറയുകയും വാദിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ലോക മുസ്ലിമീങ്ങൾ അന്ന് ബൈഅത്ത് ചെയ്യുന്നൊരവസ്ഥ വരും, അയാളുടെ കയ്യിലേക്ക് നേതൃത്വം വരും. ഇത് ഇമാം മഹദി വരുന്നതിൻ്റെ മുമ്പായിരിക്കും. ഇമാം മഹദി തങ്ങൾ സ്വാലിഹായ അബ്ദാണ്, നിബിതങ്ങളുടെ പരമ്പരയിൽ വരുന്ന സയ്യിദായിരിക്കും ഇമാം മഹദി. അൽ മഹദിയു മിൻ അച്റതി മിൻ ഔലാദി ഫാത്തിമ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പരമ്പരയിലൂടെ വരുന്ന ഹസൻ ഹുസൈൻ എന്നിവരുടെ സിൽസിലയിലേക്ക് എത്തുന്ന സ്വഹീഹായ പരമ്പരയുള്ള സ്വാലിഹായ അബ്ദായിരിക്കും മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി അൽ ഹാഷിമി അൽ ഖുറശി എന്ന് പറയുന്ന ഒരു സ്വാലിഹായ മനുഷ്യനാണ് അൽ മഹദി എന്ന് നാമകരണം ചെയ്യപ്പെട്ട് ഈ ഉമ്മത്തിൻ്റെ ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത് 7 വർഷം. അതിൻ്റെ മുമ്പ് ഒരു ഫേക്ക് മഹദി വരും. ആ മഹദിയെ ചില ആളുകളൊക്കെ അംഗീകരിക്കും, ചില രാജ്യങ്ങളൊക്കെ അംഗീകരിക്കും. പക്ഷേ തങ്ങൾ പറയാണ് യസ്ഉമു അന്നഹു മിന്നി, എൻ്റെ ആളാണ്, എന്നിൽപ്പെട്ടവനാണ് എന്ന് വാദിക്കും. വലൈസ മിന്നി, അയാൾ എന്നിൽപ്പെട്ട ആളല്ല. തങ്ങൾ പറയാൻ അയാൾ മോശക്കാരനാണ്. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു ഇന്നമാ ഔലിയാഇ അൽ മുത്തഖൂൻ, എൻ്റെ ഇഷ്ടദാസന്മാരെന്ന് പറയുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അൽ മുത്തഖൂൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്. ثم يصطلح الناس على رجل كورك على ضلع. ضلع എന്ന് പറഞ്ഞാൽ വാരിയലാണ്. വരിക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ബാക്കാണ്. വാരിയലിൻ്റെ മേൽ ബാക്ക് വെച്ച പോലെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വാരിയലിന് താങ്ങാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയാത്ത, യോഗ്യതയില്ലാത്ത ഒരാളെ ജനങ്ങൾ വീണ്ടും അവരുടെ നേതാവായി തെരഞ്ഞെടുക്കും. അതും ശരിയല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞിട്ട് ثم فتنة الدهيمة, ദുഹൈമ എന്ന് പറയുന്ന ഒരു പരീക്ഷണം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തദഉ അഹദൻ മിൻ ഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ ലത്മതുഹു ലത്മ. ആ ദുരന്തം വരുമ്പോൾ ഈ ഉമ്മത്തിലെ ഓരോരുത്തർക്കും അതുകൊണ്ട് അടികിട്ടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ എന്തിനാണെന്നറിയോ? നമ്മളൊന്നും സലഫ് സ്വാലിഹീങ്ങളായി ഉമ്മത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടുകാർ അനുഭവിച്ച പരീക്ഷണങ്ങളുടെ 1001 പോലും നമ്മൾ അനുഭവിച്ചിട്ടില്ല. പരീക്ഷണങ്ങൾ അള്ളാഹു ഈമാനുള്ളവരെ ഇല്ലാത്തവരിൽ നിന്ന് വേർതിരിക്കാൻ അള്ളാഹു ചെയ്യുന്ന റബ്ബിൻ്റെ ഒരു സിസ്റ്റമാണ്. അള്ളാഹുവിന് ചെയ്യാം. ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് അമല് സ്വാലിഹാത്ത് ചെയ്യുന്നത് എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണം ഈ ഉമ്മത്തിൻ്റെ അവസാന കാലഘട്ടത്തിലുണ്ട്, ഉമ്മത്തിൻ്റെ ആദ്യ ഘട്ടത്തിലുണ്ട്, അതിൻ്റെ ഇടയിലുമുണ്ട്. ഇതിൽ അവസാന കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് 50 സ്വഹാബിയുടെ കൂലിയാണ് നബി തങ്ങൾ പറഞ്ഞത്. ഒരു 50 സ്വഹാബിമാർ എടുക്കുന്ന അമലിൻ്റെ കൂലി അന്ത്യനാളിൽ ഒരു മുഅ്മിനായ മനുഷ്യന് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കിട്ടണമെങ്കിൽ വെറുതെ കിട്ടുമോ? പരീക്ഷണങ്ങളുണ്ടാവും. ആ പരീക്ഷണങ്ങൾ അതിജീവിക്കാനുള്ള കരുത്ത് ഈ ഉമ്മത്തിന് 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ വചനങ്ങളിലൂടെ ഹദീസിൻ്റെ ഗ്രന്ഥം രേഖപ്പെട്ട് കിടക്കുകയാണ്. അത്ഭുതം എന്താണെന്നറിയോ? ഈ സംഭവങ്ങൾ എന്ന്, എപ്പോൾ, എങ്ങനെ എന്നൊന്നും അറിയാത്ത കാലഘട്ടത്തിൽ തന്നെ സ്വഹാബിമാർ, താബിഈങ്ങൾ, ഹദീസ് പണ്ഡിതന്മാർ, മുഹദ്ദിസീങ്ങൾ ഈ ഹദീസുകൾ തലമുറകൾക്ക് കൈമാറി വെച്ചു. അവർക്കറിയില്ല അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന്. ഇന്ന് അവരന്ന് മനസ്സിലാക്കാൻ അവർക്ക് പ്രയാസമായിരുന്ന പലതും ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. സുബ്ഹാനല്ലാഹ്. ലാ തദഉ അഹദൻ മിൻ ഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ ലത്മതുഹു ലത്മ.
ഫിത്നത്തുൽ അഹ്ലാസ് കഴിഞ്ഞ് ഫിത്നത്തുസ് സറാ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഫിത്നത്തു ദുഹൈമ എന്ന് പറഞ്ഞ പരീക്ഷണം. ഫഇദാ ഖീലൻ ഖല്ലത് തമാദത് വസാദത്, ആ പരീക്ഷണവും ദുരന്തവും തീർന്നു എന്ന് ആളുകൾ പറയുമ്പോഴേക്കും അത് പിന്നീട് തിരിച്ചു വരും പൂർവോപരി. അവിടെയാണ് യുസ്ബിഹുർ റജുലു ഫീഹാ മുഅ്മിന വയുംസി കാഫിറാ. വൈകുന്നേരം കിടന്നുറങ്ങാൻ പോകുമ്പോൾ മുസ്ലിമാണ്, അള്ളാഹുൽ വിശ്വാസമുണ്ട്, എന്നാൽ നേരം വെളുക്കുമ്പോഴേക്കും എന്തേ പടച്ചവൻ ഇങ്ങനെ അവൻ്റെ അഹലുകാരെ പരീക്ഷിക്കുന്നു, എന്തേ മുസ്ലിമീങ്ങൾക്ക് മാത്രം ഇങ്ങനെ പ്രയാസം, എന്തേ ആളുകൾ മുസ്ലിമീങ്ങളെ മാത്രം ഇങ്ങനെ വട്ടമിടുന്നു, അവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. അങ്ങനെ ചിന്തിച്ച് അള്ളാഹുവിലുള്ള ഈമാൻ നേരം പുലരുമ്പോഴേക്കും നഷ്ടപ്പെടുന്ന ആളുകൾ അക്കൂട്ടത്തിൽ ഉണ്ടാകും. ഹത്താ യസ്വീറന്നാസു ഇലാ ഫുസ്താത്തൈൻ, ജനങ്ങൾ രണ്ട് ഭാഗമായി മാറും. രണ്ട് ഭാഗം. ഫുസ്താത്തു ഈമാനില്ലാ നിഫാഖ ഫീഹ്, ഒരു കാപട്യവുമില്ലാത്ത ശുദ്ധമായ ഈമാനിൻ്റെ ഒരു വിഭാഗം ആളുകൾ. വഫുസ്താത്തു നിഫാഖില്ലാ ഈമാന ഫീഹ്, ഒരു ഈമാനിൻ്റെ കണിക പോലുമില്ലാത്ത കാപട്യത്തിൻ്റെ ആളുകൾ, കപടന്മാരായി ആക്ട് ചെയ്യുന്നവരെ, സത്യവിശ്വാസികളുടെ കൂടെ നിൽക്കാതെ കാപട്യം കാണിക്കുന്ന ഒരു വിഭാഗവും, എന്നാൽ അവരോട് സത്യസന്ധമായി ധർമ്മത്തിനും നീതിക്കും കൂടെ നിൽക്കുന്ന ഈമാനിൻ്റെ പക്ഷക്കാരും എന്ന രണ്ട് വിഭാഗം വരും. അങ്ങനൊരു സമയം വരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ കാന ദാകും, അങ്ങനെ ഒരു വിഷയം സംഭവിക്കുകയാണെങ്കിൽ അവിടെയാണ് മസീഹുദ് ദജ്ജാലിൻ്റെ വരവുണ്ടാകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സതുസാലിഹൂന റൂം സുൽഹൻ ആമിന, നിങ്ങൾ റോമക്കാരുമായി സമാധാനപരമായ സന്ധിയിൽ ഒപ്പുവെക്കും. റൂം എന്നിവിടെ പറയുന്നത് യൂറോപ്പിനെ കുറിച്ചാണ്. റൂമിയ എന്ന് പറഞ്ഞാലാണ് റോം പട്ടണം, ഇറ്റലി കിടക്കുന്ന റോം എന്ന് പറയുന്ന നഗരം, അതിന് അറബിയിൽ റൂമിയ എന്ന് പറയാം. റൂം, സൂറത്തു റൂം എന്നൊക്കെ പറഞ്ഞാൽ യൂറോപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ യൂറോപ്പ് എന്ന് പറയാം. പക്ഷെ അന്ന് ആ വാക്കുപയോഗിച്ചത് തുർക്കിക്കാണ്. കാരണം യൂറോപ്പിൻ്റെ പടിവാതിൽ എന്ന് പറയുന്ന തുർക്കിയാണ്. ഈസ്റ്റും വെസ്റ്റും കണ്ടുമുട്ടുന്ന നാടാണല്ലോ തുർക്കി. അതുകൊണ്ട് തുർക്കിയെ സംബന്ധിച്ചും റോം എന്ന് പറയാറുണ്ട്. റസൂലുള്ളാഹി നിങ്ങൾ പറയട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫതഗ്സൂന അൻതും വഹും അദുവ്വം മിൻ വറായിക്കും, നിങ്ങളും യൂറോപ്യരും ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് നാടുകാരും മുസ്ലിമീങ്ങളായ ആളുകളും ഒരുമിച്ച് നിന്ന് നിങ്ങളുടെ ഒരു പൊതുശത്രുവിനെതിരെ ഒരു യുദ്ധം നടക്കും. ഫതുൻസറൂൻ, നിങ്ങൾക്കതിൽ വിജയമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വതഗ്നമൂന വതസ്ലമൂൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും, ഗനീമത്ത് സ്വത്തും നിങ്ങൾക്ക് ലഭിക്കും. ثم ترجعون حتى تنزلوا بمرج ذي ثلول. യാ അല്ലാഹ്, കുന്നുകളുള്ള ഒരു പ്രദേശം, ചെറിയ കുന്നുകൾക്കാണ് തെല്ല് എന്ന് പറയാം. ജബൽ എന്ന് പറഞ്ഞാൽ വലിയ മലകളാണ്. തെല്ല്, തിലാൽ എന്ന് പറഞ്ഞാൽ ചെറിയ കൊച്ചു കുന്നുകൾക്കാണത് പറയാം. കൊച്ചു കുന്നുകളുള്ളൊരു പ്രദേശം. ജോർഡാൻ മുതൽ മേലോട്ട് മൊത്തം അങ്ങനെയാണ്. ജോർഡാൻ്റെ ജിയോഗ്രഫി കണ്ടാൽ മനസ്സിലാവും. സൗദി അറേബ്യ കഴിഞ്ഞ് തബൂക്കും കഴിഞ്ഞ് ജോർഡാനിൽ കടന്നാൽ ജോർഡാനും ഫലസ്തീനും ഒക്കെ കുന്നുകളുടെ നാടാണ്, മനോഹരമായ കുന്നുകളുടെ നാടാണ്. അവിടെ നിന്നിങ്ങോട്ട് യൂറോപ്പിലേക്ക് സ്ട്രെച്ച് ചെയ്തു പോകുന്ന മലനിരകൾ അങ്ങനെയാണ്. ഇടക്ക് മരുഭൂമികൾ വരുന്നുണ്ട്. തുർക്കിയിലടക്കം ഇറാഖിലടക്കം മരുഭൂമിയുണ്ട്. പക്ഷേ എന്നാലും ചെറിയ കുന്നുകളായി കടന്നു പോകുന്ന ഒരു വേര് യൂറോപ്പിൻ്റെ ഭൂമികയിലേക്ക് കടന്നു പോകുന്നത് കാണാൻ കഴിയും. നബി ഞങ്ങൾ പറയാണ്, ബിമറജിൻ ദീ തുലൂൽ, നല്ല മനോഹരമായ പച്ചപ്പുള്ള കുന്നുകളുള്ളൊരു പ്രദേശത്ത് നിങ്ങൾ അവിടെ വിശ്രമിക്കാനിറങ്ങും. ഫയർഫഉ റജുലുൻ മിൻ അഹ്ലി നസ്റാനിയ്യ, ശരിയായ ഈസ നബി അലൈഹിസ്സലാമിൻ്റെ വിശ്വാസമല്ലാതെ കുരിശുവാഹകനായി അക്കൂട്ടത്തിലുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം കുരിശു ഉയർത്തിപ്പിടിച്ചിട്ട് പറയും, ഞങ്ങളുടെ ഈ കുരിശു കൊണ്ടാണ് വിജയമുണ്ടായത് എന്ന്. ആ വിജയത്തിൻ്റെ അവകാശവാദം അയാൾ ഉന്നയിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാരായിരിക്കും, ഏത് രാജ്യക്കാരനായിരിക്കും അത് പറയാ, ഇതൊന്നും നമുക്കറിയില്ല. അതിനെ ചൊല്ലി അവിടെ സംഘർഷമുണ്ടാകുമെന്നും അതിനെ വതജ്മഉ ലിൽ മൽഹമ, അവിടെയാണ് അതിശക്തമായ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം ഒരുങ്ങുന്നതെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സംഘത്തിലുള്ള മുഅ്മിനീങ്ങൾ ശുഹദാക്കളാണ് എന്നും നബി തങ്ങൾ പറഞ്ഞു. അവർ ഷഹീദുകളായിരിക്കും, അവർ ചെറുസംഘമാണ്, അവർ ശുഹദാക്കളായിട്ട് മാറും. സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസുണ്ട്, ലാ തഖൂമുസ്സാഅ
ഹത്താ യൻസില الروم بالعماق او بدابق. അമാഖിലും ദാബഖിലും യൂറോപ്യർ ക്യാമ്പ് ചെയ്യുന്നവരെ ഖിയാമത്ത് നടക്കൂല. എവിടെയാണ് അമാഖ് ദാബഖ് എന്നറിയോ? സിറിയയിലെ ഹലബ്, അലപ്പോ സിറ്റിക്കടുത്തുള്ള സ്ഥലമാണ് അമാഖും ദാബഖും. ഇത് നബി ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത സ്ഥലമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നവിടെ ആർമി ക്യാമ്പുകളുണ്ട്. പടിഞ്ഞാറൻ നാട്ടുകാരുടെ ആർമി ക്യാമ്പുകളുള്ള സ്ഥലമാണ് ദാബഖും അതുപോലെ തന്നെ അമാഖ്. എത്രയോ കൊല്ലങ്ങളായിട്ട് അവിടെ ഉണ്ട്. പക്ഷെ നബി ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടക്കും. റോമക്കാർ അവരുടെ സൈന്യവുമായി അമാഖിലും ദാബഖിലും ക്യാമ്പ് ചെയ്യും. ഇന്നത്തെ സിറിയയാണ്, ദമസ്കസിൻ്റെ പരിസരങ്ങൾ, അലപ്പോ ഹലബ് എന്നാണ് അറബിയിൽ പറയാം. ഫയഖ്റുജു ലഹും ജയ്ഷും മിനൽ മദീനത്തിൽ മുനവ്വറ. പരിശുദ്ധമായ മദീനയിൽ നിന്ന് ആ സാഹചര്യത്തിൽ ഒരു സൈന്യം പുറപ്പെടുന്നുണ്ട്. മിൻ ഖിയാരി അഹ്ലിൽ അർളി യൗമഇദിൻ. അന്നത്തെ ഏറ്റവും നല്ല ആളുകളായിരിക്കും അവർ. ഫഇദാ തസാഫു അമാമ ബഅദ്. അവർ പരസ്പരം ഫേസ് ടു ഫേസ് ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ ഖാലത്തിർ റൂം, പടിഞ്ഞാറുകാർ പറയും, ഖല്ലു ബൈനനാ വ ബൈനല്ലദീന സുബൂ മിന്നാ നുഖാതിലുഹും. ഒരുപാട് ആളുകൾ അവരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വലിയൊരു വിഭാഗം യൂറോപ്യർ അവിടെ ആ സംഘത്തിലുണ്ട്. അവർ പറയും മുസ്ലിമീങ്ങളോട്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നിങ്ങളിലേക്ക് വന്ന മതം മാറി വന്ന ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം, ഞങ്ങൾക്ക് അവരെ കൊല ചെയ്യാനാണ് എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങൾ പറയും, ലാ വല്ലാഹ് വലാ നുഖല്ലി ബൈനകും വ ബൈന ഇഖ്വാനിന. അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ്, അവർ നിരപരാധികളാണ്, നിങ്ങളോടൊരു യുദ്ധത്തിന് വന്നവരല്ല. ആ നിരപരാധികളെ നിങ്ങൾക്ക് വിട്ടുതരാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് മുസ്ലിമീങ്ങൾ പറയുന്നതോടുകൂടെ ഫയുഖാതിലൂനഹും, അവിടെ ഒരു യുദ്ധം നടക്കുമെന്നും ആ സൈന്യത്തിൻ്റെ 1/3 പരാജയപ്പെടും, 1/3 ശുഹദാക്കളാണ്, 1/3 വിജയം വരിക്കുമെന്നും റസൂലുള്ളാഹ് അഫ്ദലു ശുഹദാഇ ഇൻദല്ലാഹ് വയഫ്തഹു الثلث الأخير البلاد ويغنم ولا يفتنون أبدا. അവിടെ മുതലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഒരു റീജിയൻ ഒന്നാകെ ഇസ്ലാമിൻ്റെ പരിധിയിലേക്ക് വരുന്നതെന്നും അന്ത്യനാളിലേക്ക് നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദാ ജാഉ ശാം, അവർ ഷാമിലേക്ക് എത്തിയാൽ, ഷാം എന്ന് പറയുന്നത് ഫലസ്തീനാണ്. ഷാം എന്ന് മുത്തലഖൻ പറയുമ്പോൾ ഡമസ്കസ്, ഫലസ്തീൻ, ഈ 2 നഗരങ്ങളെ ബന്ധപ്പെടുത്തിയാണ് ആ വാക്ക് ചരിത്രത്തിൽ ഉപയോഗിക്കുക. അവിടെ എത്തുമ്പോൾ ഖറജൽ മസീഹുദ് ദജ്ജാലു, ആ സമയം മസീഹുദ് ദജ്ജാൽ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. യുസവൂന സുഫൂഫ്, മഹാനായ സയ്യിദുന ഈസ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാകും. അപ്പോൾ ഈസ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് മുസ്ലിമീങ്ങളായി നമ്മൾ വിശ്വസിക്കുന്നത് വമാ ഖതലൂഹു വമാ സ്വലബൂഹു വമാ ഖതലൂഹു യഖീന, ഒരിക്കലും ഈസ നബി അലൈഹിസ്സലാമിനെ അവരാരും വധിച്ചിട്ടില്ല. ഈസ നബി അലൈഹിസ്സലാം കുരിശിൽ തറക്കപ്പെടുകയും അല്ല ഉണ്ടായത്. വലാകിൻ റഫഅനാ, അള്ളാഹു ശരീരത്തോടുകൂടെ റൂഹോടുകൂടെ മഹാനവറുകളെ ആകാശലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അതാണ് സയ്യിദുന ഈസ നബി അലൈഹിസ്സലാം. മഹാനവറുകൾ ഖിയാമത്തിൻ്റെ മുമ്പ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സ്ഥലം, ആ രൂപം ഒക്കെ നബി തങ്ങൾ പറഞ്ഞു. യൻസിലു അലൽ മനാറത്തിൽ ബൈളാഇ ശർഖിയ ദിമഷ്ക്, ഡമസ്കസ് എന്ന് പറയുന്നൊരു നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു മസ്ജിദിൻ്റെ വെളുത്ത മുനാരത്തിലൂടെയാണ് സുബ്ഹി നിസ്കാരത്തിൻ്റെ സമയത്ത് മഹാനവറുകൾ ഇറങ്ങി വരുന്നത് എന്നും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഡമസ്കസിൽ പോയാൽ ആ നാട്ടുകാർ കാണിച്ചു തരും ഏതാണ് അൽ മനാറത്തുൽ ബൈള. അൽ മസ്ജിദുൽ അമവി എന്ന് പറയുന്ന വലിയൊരു മസ്ജിദുണ്ട്. ആ മസ്ജിദിൻ്റെ മുനാരങ്ങളാണ് അൽ മനാറത്തുൽ ബൈള. 1300ഓളം കൊല്ലങ്ങൾ പഴക്കമുള്ളൊരു മസ്ജിദാണത്. ആ മസ്ജിദ് പുനരുദ്ധാരണം നടത്തപ്പെട്ട് ഇന്നും അവിടെ റെഡിയാണ്. ഈസ്റ്റ് ഡമസ്കസിൽ സിറിയയിലേക്കൊന്നും യാത്ര ചെയ്യാൻ സുരക്ഷിതമല്ലാത്തതിൻ്റെ പേരിലാണ്. അവിടെ ചെന്നാൽ ഒരുപാട് സിയാറത്തിൻ്റെ മഖാമുകളുണ്ട്. മറിയം ബീവി റളിയല്ലാഹു അൻഹ അവിടെയാണ്, സക്കരിയ നബി അലൈഹിസ്സലാം അവിടെയാണ്, യഹ്യാ നബി അലൈഹിസ്സലാം അവിടെയാണ്. ഒരുപാട് സ്വഹാബിമാർ, അബൂദർദാ തങ്ങളടക്കം, ബിലാൽ ഇബ്നു റബാഹ് തങ്ങളടക്കം ഒരുപാട് സ്വഹാബിമാരുള്ള നാടാണത്. അവരൊക്കെ ഷാമിലേക്ക് പോയി തങ്ങളുടെ വഫാത്തിന് ശേഷം. ഏതായിരുന്നാലും ഷാം വല്ലാത്തൊരു നാടാണ്. അത് വലിയ അത്ഭുതങ്ങളുള്ള പ്രദേശമാണ്. അറുദുൽ മഹ്ശരി വൽ മൻശർ, അവിടെയാണ് ഭൂമിയെ നിരപ്പാക്കി അള്ളാഹു ഖിയാമത്ത് നാൾ സംവിധാനിക്കുമ്പോൾ മഹ്ശറ എന്ന് പറയുന്ന മൈതാനം നിലനിൽക്കുന്നത് ഡമസ്കസിൻ്റെയും ഫലസ്തീനിൻ്റെയും ഭാഗങ്ങളായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടേക്ക് ജനങ്ങൾ മലക്കുകളാൽ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഉണ്ടാവുക. ആളുകളെ തെളിച്ചു കൊണ്ടുപോകുമെന്നാണ്.
അങ്ങനെ വലിയ അത്ഭുതങ്ങളെ പുണ്യ റസൂലും വിശുദ്ധ ഖുർആനും നമുക്ക് പറഞ്ഞുതരുമ്പോൾ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഇത് വിശ്വസിക്കാൻ ഒരു മുസ്ലിമിന് ഒരു പ്രയാസവുമില്ല. എന്തേ? അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞതാണ്, സ്വഹീഹായ ഹബീബിൻ്റെ റിവായത്തുകളാണ്, അവിടുത്തെ ഹദീസുകളാണ്. ഇതൊക്കെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അത്രയും പ്രമാണബദ്ധമായ വിഷയങ്ങളാണ് പുണ്യനബി തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നസ്സാഅ ലാ തഖൂമു ഹത്താ ലാ യുഖ്സമ മീറാസുൻ വലാ യുഫ്റഹു ബിഗനീമ ثم قال بيده هكذا ونحاها نحو الشام فقال عدو يجمعون لأهل الإسلام ويجمع له عدو يجمعون لأهل الإسلام ويجمع له أهل الإسلام. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സ് പുണ്യ നബി തങ്ങൾ പറഞ്ഞു, അനന്തര സ്വത്തുക്കൾ ഓഹരി വെക്കപ്പെടാത്തൊരു കാലം വരും. ആളുകൾക്ക് വാപ്പ മരിച്ചാൽ സ്വത്ത് വേണ്ട, അത്രയും ക്യാഷിൻ്റെ ഓവർഫ്ലോ വരുന്ന കാലമെന്നാണ്. വലാ യുഫ്റഹു ബിഗനീമ, ഗനീമത്ത് കിട്ടിയാൽ പോലും വേണ്ടെന്ന് വെക്കുന്നൊരു കാലം. എന്നിട്ട് പറഞ്ഞു, അവിടുത്തെ പരിശുദ്ധ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു നഹ്വ ഷാം, ഷാമിൻ്റെ ഭാഗത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, അവിടെയാണ് മുസ്ലിമീങ്ങളും തിന്മയുടെയും അനീതിയുടെയും ശക്തികളും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, അർ-റൂം എന്ന് റൂമിനെയാണോ റോമക്കാരെയാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? അവരോടാണോ യുദ്ധം നടക്കുന്നത്? ഖാല നഅം, അവരോട് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അന്ത്യനാളിൻ്റെ ഈ മൽഹമത്തുൽ കുബ്രയെ അള്ളാഹുവിൻ്റെ ഹബീബ് വ്യക്തമായി പറഞ്ഞു. കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന പോലെ ഒരാൾക്ക് ചിത്രീകരിക്കണമെങ്കിൽ ഇത് ചിത്രീകരിക്കാൻ വരെ പറ്റും, പക്ഷേ നമുക്കത് പാടില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ ഒരു ഹദീസ് ഉണ്ട്, ചിലർ പറയുന്നത് ആണവായുധം ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ്. നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അള്ളാഹു ആ അതിക്രമികളായ സൈന്യത്തെ അള്ളാഹു നശിപ്പിക്കും, അങ്ങനെ അവരുടെ ഇല്ലായ്മ ചെയ്യപ്പെടും. എന്നിട്ട് പറഞ്ഞു, ഹത്താ ഇന്ന ത്വാഇർ ലാ യമറു ബിജനബാതിഹിം ഫമാ യുഖ്ലിഫുഹും ഹത്താ യഖറ മയ്യിത. അവരുടെ ഡെഡ് ബോഡികളുടെ മുകളിലൂടെ ഒരു പക്ഷിക്ക് പറക്കാൻ കഴിയില്ല, ആ പക്ഷി അവിടെ ചത്തുവീഴും. അപ്പോൾ ചിലർ വ്യാഖ്യാനം ചെയ്യുന്ന ആണവായുധം ഉപയോഗിച്ചതുകൊണ്ടായിരിക്കും ഉണ്ടാവുക, കാരണം എയർ പൊല്യൂട്ടഡ് ആയിരിക്കുമല്ലോ, പോയിസണസ് ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ്. നമുക്കതൊന്നും പറയാനായിട്ടില്ല. പുണ്യനബി തങ്ങൾ പറഞ്ഞു, പക്ഷികൾക്ക് അവരുടെ മേലൂടെ പറക്കാൻ കഴിയാത്ത വിധം, ദുർഗന്ധം വമിക്കുന്ന വിധം ഭൂമി മലിനമാവുന്നൊരു സമയമാണത്. അത് ആണവായുധ ഉപയോഗമാണോ അല്ലയോ ഇത് നമുക്ക് പറയേണ്ട കാര്യമില്ല. പുണ്യനബി തങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമില്ല. തങ്ങൾ പറഞ്ഞു, പക്ഷികൾക്ക് അവരുടെ മുകളിലൂടെ പറക്കാൻ കഴിയില്ല, അവരുടെ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും ആ പക്ഷികൾ ചത്തുവീഴും. ഫയഖിറു മയ്യിത فيتعادوا بنو الأبي كانوا 100 فلا يجد منهم إلا الرجل الواحد فبأي غنيمة يفرح. 100 വീട്ടുകാരുള്ള ഒരു വാപ്പയുടെ മക്കളെ പരസ്പരം യുദ്ധം ചെയ്തിട്ട് ഒരാളെ ബാക്കിയുണ്ടാവുള്ളൂ. ആ മനുഷ്യൻ വാപ്പയുടെ അനന്തര സ്വത്ത് എന്തെടുക്കാനാണ്, എന്ത് കൊണ്ടുപോകാനാണ്, എവിടേക്ക് കൊണ്ടുപോകാനാണ്? فبأي غنيمة يفرح أو أي ميراث يقاسم فبينهما هم كذلك إذا سمعوا ببأس هو أكبر من ذلك. ഒരു യുദ്ധം കഴിഞ്ഞ് അവർ സ്വത്ത് ഓഹരി വെക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഒരാൾ വിളിച്ചു പറയുന്നത്, നിങ്ങളുടെ വീടുകളിലേക്ക് മസീഹുദ് ദജ്ജാൽ വന്നിരിക്കുന്നു. ഇന്നദ്ദജ്ജാല ഖദ് ഖലഫഹും ഫീ ദറാരിഹിം. അങ്ങനെ സ്വത്തുകൾ അവിടെ ഇട്ടുകൊണ്ട് അവർ ഓടുകയാണ്, അവർ ഓടുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ഒരു വിഭാഗം ആളുകൾ മസീഹുദ് ദജ്ജാൽ നേരിടാൻ വേണ്ടി പോകും. ഇന്നി ലഅരിഫു അസ്മാഅഹും വഅസ്മാഅ ആബാഇഹിം. അവരുടെ പേരും അവരുടെ വാപ്പമാരുടെ പേരും എനിക്കറിയാം. അൽവാന ഖുയൂലിഹിം. അവർ യാത്ര ചെയ്യുന്ന കുതിരകളുടെ നിറം പോലും എനിക്കറിയാം. ഹും ഖൈറു ഫവാരിസിൻ അലാ ദുഹരിൽ അർള് യൗമഇദിൻ. അന്ന് ഭൂമിയിൽ നിലവിലുള്ള ആളുകളിൽ ഏറ്റവും നല്ല ഈമാനുള്ള കറകളഞ്ഞെടുത്ത ആളുകളായിരിക്കും അവര്. ഭൂമിയിൽ അവരായിരിക്കും ഏറ്റവും നല്ല ശുദ്ധന്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ വരവ് സാധ്യമാകുന്നൊരു കാലമാണ്. ആ സമയത്ത് ഈസാ നബി വന്നിരിക്കും. അവർ യുദ്ധം നടത്താൻ വേണ്ടി ഒരുങ്ങി നിന്ന് സുബഹി നിസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പ് അവർ സഫ് കെട്ടി നിൽക്കുന്നു. നിസ്കരിച്ചതിന് ശേഷം ഒരു യുദ്ധമായിരിക്കും. അപ്പോഴാണ് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്.
നബി തങ്ങൾ പറഞ്ഞു, അവരുടെ തഖ്തുറു യഖ്തുറു മിൻ റഅസിഹി മിഥ്ലുൽ ജുമാൻ. കുളിച്ച് ഒരു മനുഷ്യൻ ബാത്റൂമിൽ നിന്ന് തല തോർത്താതെ ഇറങ്ങി വന്നാൽ എങ്ങനെയായിരിക്കും? അങ്ങനെ നനവോടുകൂടെയാണ് ഈസ നബി ഇറങ്ങി വരുന്നത് എന്നാണ് ഹദീത്ത്. ഭൂമിയിലൂടെ മേഘക്കീറിനിടയിലൂടെ ഒരു മനുഷ്യൻ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടായേക്കാവുന്നൊരു അത്ഭുതം. അതിനപ്പുറം തങ്ങൾ പറഞ്ഞു, ഇദാ തല താഴ്ത്തിയാൽ യതഹദ്ദറു മിൻഹു മിഥ്ലുൽ ജുമാൻ, മഹാനവരുടെ തലയിൽ നിന്ന് മുത്തുമണികളെപ്പോലെയുള്ള കണികകൾ തലയിൽ നിന്ന് വീഴുന്നത് പോലെ കാണാൻ കഴിയും മുഅ്മിനീങ്ങൾക്ക്. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം അവിടെ ഇമാമു നിൽക്കാൻ ഒരാളില്ലാതെ കാത്തിരിക്കുമ്പോൾ സയ്യിദുന മഹദി അവിടെ ഉണ്ടായിരിക്കും റഹ്മത്തുള്ളാഹി തആല അലൈഹി. അവർ പറയും, ഈസാ നബിയെ നിങ്ങൾ ഇമാമു നിൽക്കണം, സുബഹിക്ക് ഇമാമു നിൽക്കണം. സുബഹിക്ക് ഇമാമു നിൽക്കാൻ വേണ്ടി പറയുമ്പോൾ സയ്യിദുന ഈസാ നബി അലൈഹിസ്സലാം പറയും, ഇമാമുക്കും മിൻകും, കാരണം നിങ്ങൾ ഖുർആൻ ഹിഫ്ദ് ചെയ്ത ആളുകളാണ്, ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകളാണ്. അതുകൊണ്ട് ഇൻജീലിനേക്കാളും മുമ്പിൽ നിൽക്കേണ്ടത് ഖുർആനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇമാം നിങ്ങളിൽ നിന്നുള്ള ആളാവണമെന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറയുകയും ഇമാം മഹദി ആ ആദ്യത്തെ സുബഹിക്ക് ഈസാ നബിയോടുകൂടെ ഇമാം മഹദി തങ്ങൾ ഇമാം നിൽക്കുകയും ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഈ ചൂടിങ്ങനെ കാണുമ്പോഴേ, കാലാവസ്ഥയുടെ ചൂട് നിങ്ങളൊക്കെ അനുഭവിക്കുന്നു, നമ്മളൊക്കെ അനുഭവിക്കുന്നു. മഴ പെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, പടച്ചവനെ അല്ലാഹുമ്മ അഗ്ഹിനാ, പടച്ചവനെ ഇങ്ങനെ ചൂട് നീണ്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു ഞങ്ങൾക്ക് മഴ തരയണമേ. അല്ലാഹുമ്മ അഗ്ഹിനാ, പടച്ചവനെ നാടിന് തണലും തണുപ്പുമാകുന്ന വിധം, ബുദ്ധിമുട്ടാകാത്ത വിധമുള്ള മഴ, ഭൂമിയെ തണുപ്പിക്കുന്ന, കിണറുകൾക്ക് വെള്ളം നൽകുന്ന, പുഴകൾ ഒഴുകുന്ന, കൃഷികൾക്ക് ഉപയുക്തമാകുന്ന അള്ളാഹു ഇതിൻ്റെ റഹ്മത്തിൻ്റെ മഴ ഞങ്ങൾക്ക് നൽകണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി തങ്ങൾ പറയാണ്, ഖിയാമത്തിൻ്റെ മുമ്പ് മസീഹുദ് ദജ്ജാൽ വരുന്നതിൻ്റെ മുമ്പ് മഴ കിട്ടാത്ത 3 വർഷങ്ങളുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പേടിക്കേണ്ട ഒരു വിഷയമാണ്. മഴ ഇങ്ങനെ കുറഞ്ഞു വന്ന് ഒരുപക്ഷെ വളരെ സ്കെയറായി മഴ തീരെ കിട്ടാത്തൊരവസ്ഥയിലേക്ക് നാടുകൾ നീങ്ങുമോ നമുക്കറിയില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം നടക്കാനുണ്ട്. ഇന്ന ഖിബല ഖുറൂജിദ് ദജ്ജാൽ 3 സനവാതിൻ ഷിദാദ്, പ്രയാസമുള്ള 3 വർഷങ്ങൾ മസീഹുദ് ദജ്ജാലിൻ്റെ വരവിൻ്റെ മുമ്പ് ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. യുസീബുന്നാസ ഫീഹാ ജൂഉൻ ഷദീദ്, അതിശക്തമായ വിശപ്പ് ജനങ്ങൾ അനുഭവിക്കുന്ന കാലം വരും. തിന്നാൻ ഭക്ഷണം കിട്ടാത്ത കാലം വരും. അരിയില്ല, ഗോതമ്പ് കിട്ടാനില്ല എന്ന് പറയുന്ന കാലം, ഭക്ഷിക്കാനൊന്നുമില്ല. അങ്ങനെ ലോകത്താകമാനം ഫുഡ് സ്കേസിറ്റി, ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറഞ്ഞു പോകുന്നൊരു പരീക്ഷണം ഖിയാമത്തിൻ്റെ മുമ്പ് 3 വർഷങ്ങൾ അങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മാറും. 3 വർഷങ്ങളിൽ ഈ പ്രയാസമുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ സംഭവിക്കുകയെന്നറിയോ? യഅ്മുറുല്ലാഹു സ്സമാഅ ഫിസ്സനത്തിൽ ഊലാ അൻ തഹ്ബിസ സുലുസ മത്വരിഹാ, ലോകത്ത് പെയ്യുന്ന മഴയുടെ 1/3 ആ വർഷം പെയ്യരുത് എന്ന് അള്ളാഹുവിൻ്റെ ആജ്ഞയുണ്ടാകും. അങ്ങനെ ഭൂമിയിൽ ലഭ്യമാകുന്ന മഴയിൽ 1/3 മൈനസാവും, കുറയും. 1/3 മഴ കിട്ടൂല ആ വർഷം. ഭൂമിയോട് പറയും, വയഅ്മുറുൽ അർള അൻ തഹ്ബിസ സുലുസ നബാതിഹാ, ഭൂമിയിൽ മുളക്കുന്ന വിളയുടെ, കൃഷിയുടെ 1/3 ഭൂമിയെ നീ പിടിച്ചു വെക്കണം എന്ന് അല്ലാഹു പറയും. അങ്ങനെ കൃഷിയിൽ 1/3 കുറവുണ്ടാകും ഒരു വർഷം. 2ാമത്തെ വർഷം സുമ്മ യഅ്മുറുസ് സമാഅ ഫിസ്സനത്തി ത്സാനിയ, 2ാം വർഷം അല്ലാഹു മഴയോട് പറയും, മഴയുടെ 2/3 ഭാഗം പിടിച്ചു വെക്കണം. പിന്നെ 1/1 ബാക്കിയുള്ളൂ. ചെടികളോട്, ഭൂമിയോട്, നിന്റെ കൃഷിയുടെ 1/2 ഭാഗം വിളവ് വേണ്ട. അപ്പോൾ ജനങ്ങൾക്ക് ഭക്ഷ്യക്ഷാമം വരും. 3ാമത്തെ ഒരു വർഷം അവിടെ 3ാമത്തെ ഒരു വർഷം അല്ലാഹു മഴയോട് പൂർണ്ണമായും വേണ്ടെന്ന് പറയും. ആകാശത്തോട് മഴ വേണ്ട, ഭൂമിയോട് 1 വർഷം കൃഷിയും വേണ്ട, എവിടെയും കൾട്ടിവേഷൻ, ഫാമിംഗ് നടക്കൂല. അതിന് സാധ്യമായ വെള്ളത്തിൻ്റെ ലഭ്യത കുറവുണ്ടാകും. ഇങ്ങനെ 3 വർഷങ്ങളുണ്ടാകും. മാഷാ, അള്ളാഹുവിൻ്റെ ഒരു വലിയ പരീക്ഷണമാണത്. യാ അല്ലാഹ്, ഫലാ യബ്ഖാ ദാതു ളിൽഫിൻ ഇല്ലാ ഹലകത്, ജീവജാലങ്ങൾ ചത്തുപോകും, മനുഷ്യർക്ക് മരണം സംഭവിക്കും. ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊഴികെ അവരവർക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ അവർ ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ് ഫമാ യുഈശുൻ നാസ ഫീ ദാലിക സമാൻ. ഇതൊരു മനസ്സിലാക്കേണ്ട ഹദീസാണ്. ഭക്ഷണം കിട്ടാതിരുന്നാൽ എങ്ങനെയാണ് നബിയെ ജനങ്ങൾ ജീവിക്കുക? വെള്ളമില്ല, ഭക്ഷണമില്ല, കൃഷിയുമില്ല, എങ്ങനെ
അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾ ബാക്കിയുണ്ടാവും എന്ന് പറയുമ്പോൾ അവരെങ്ങനെ ഉണ്ടാകും നബിയെ? ഇല്ലാ മാ ഷാ അല്ലാഹ് എന്ന് പറഞ്ഞ വിഭാഗം എങ്ങനെ ജീവിക്കും? ഫമാ യുഈശുൻ നാസ ഫീ ദാലിക സമാൻ, അവരുടെ ഭക്ഷണം എന്തായിരിക്കും? ഇനി നോക്കണേ, ഇനി പറയുന്നത് ഖാല, തങ്ങൾ പറഞ്ഞു അത്തഹ്ലീലു വത്തക്ബീറു വത്തഹ്മീദു വയുജ്സിഉ ദാലിക അലൈഹിം മജ്സഅത അത്ആം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, അല്ലാഹു അക്ബർ എന്ന ദിക്ർ, അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ ഭക്ഷണത്തിൻ്റെ പകരം അവർക്കത് മതിയാവുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ർ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ 3 ദിക്ർ, ഈ തസ്ബീഹുകൾ മനുഷ്യർക്ക് ഭക്ഷണം കിട്ടിയില്ലെന്ന് വന്നാൽ പോലും ഇത് ചൊല്ലുന്നവർക്ക് അല്ലാഹു ഭക്ഷണം കൊണ്ടുണ്ടാവുന്ന ഊർജം അല്ലാഹു ആ കാലഘട്ടം അവർക്ക് നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തങ്ങളുടെ നോമ്പിൻ്റെ വിഷയത്തിൽ കാണാൻ പറ്റും. നമുക്ക് നോമ്പ് തുറക്കേണ്ട സമയമായ നോമ്പ് തുറക്കണം എന്നാണ്, അല്ലേ? ഇഫ്താർ വൈകിപ്പിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ദിവസങ്ങളിൽ നോമ്പ് മുറിക്കാതെ പിറ്റേന്ന് നബി തങ്ങൾ നോമ്പെടുത്തിട്ടുണ്ട്. സ്വഹാബികൾ അങ്ങനെ നോമ്പെടുക്കാൻ നിൽക്കുമ്പോൾ തങ്ങൾ പറഞ്ഞു, നിങ്ങളത് ചെയ്യരുത്. ഫഇന്നമാ യുത്ഇമുനി റബ്ബി വയസ്ഖീൻ, എന്നെ അല്ലാഹു കുടിപ്പിക്കുകയും ഭക്ഷണം നൽകുകയും ചെയ്യുന്നുണ്ട്. ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, നിങ്ങൾക്കത് കിട്ടൂല. അതുകൊണ്ട് ഞാൻ കഴിക്കുന്ന ഭക്ഷണം അത് നിങ്ങൾക്ക് ലഭിക്കൂല. അതുകൊണ്ട് സ്വഹാബികളെ, നിങ്ങൾ അങ്ങനെ 24 മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? നോമ്പ് തുറക്കേണ്ട സമയത്ത് നോമ്പ് തുറക്കണം എന്ന് നബി തങ്ങൾ പറഞ്ഞു. ആ ഹദീസിനെ സംബന്ധിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ എന്തായിരിക്കും നബി തങ്ങൾക്ക് ലഭിക്കുന്ന ഭക്ഷണം? സാധാ ഭക്ഷണമല്ല, റൊട്ടിയോ ഗോതമ്പോ ഒന്നുമല്ല പറയുന്നത്. അള്ളാഹു നൽകുന്ന വഹീൻ്റെ ഭക്ഷണം, അല്ലെങ്കിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹും അല്ലാഹു അക്ബറും അൽഹംദുലില്ലയും തഹ്മീദിൻ്റെയും തക്ബീറിൻ്റെയും തഹ്ലീലിൻ്റെയും ഭക്ഷണം, അത് നബി തങ്ങൾക്ക് ഭക്ഷണമായിട്ട് അള്ളാഹു ചാല നൽകിയിരുന്നതാണ്. തങ്ങൾക്കതിനെ പറ്റും, പക്ഷെ നമുക്കതിന് ചെയ്യാൻ പാടില്ല. തങ്ങൾ പറഞ്ഞു, നിങ്ങളങ്ങനെ മുവാസുലത്ത് ചെയ്യരുത്, നോമ്പിനെ തുടർത്തി കൊണ്ടുപോകരുത്, അത്താഴമില്ലാതെ നോമ്പ് തുറക്കാതെ പിറ്റേ ദിവസം നോമ്പ് നോൽക്കരുത്. പക്ഷേ നബി തങ്ങളത് ചെയ്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് ഭക്ഷണം അള്ളാഹു നൽകുന്നുവെന്നും തങ്ങൾക്ക് കുടിക്കാൻ അള്ളാഹു നൽകുന്നുവെന്നും ഹദീസിൽ തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാളിലേക്ക് വരുമ്പോൾ ഖാല അത്തഹ്ലീലു വത്തക്ബീറു വത്തഹ്മീദ്, അല്ലാഹു അക്ബർ മഹത്വമുള്ള ദിക്റാണ്. അല്ലാഹുവേ, നിന്റെ വിഷയം സർവ്വ വിഷയങ്ങളെക്കാളും വലുതാണ് റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹതയുള്ളത് അല്ലാഹുവേ നീയല്ലാതെ മറ്റാരുമല്ല എന്ന് പറയുന്നത്. അത്തഹ്മീദ്, അല്ലാഹുവേ നിനക്കാണ് പടച്ചവനെ സർവസ്തുതിയും എന്ന് പറയുന്ന ഹംദ് ചൊല്ലിക്കോളി. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വൽഹംദുലില്ലാഹ്. അത് അൽഹംദുലില്ലാഹ് എന്ന് ഒറ്റയ്ക്ക് ചൊല്ലാം, അല്ലാഹു അക്ബർ അങ്ങനെ ചൊല്ലാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ 3 ഒരുമിച്ച്, ഇങ്ങനെയൊക്കെ ചൊല്ലാം. ഈ ദിക്ർ ഒരു മനുഷ്യന് ഭക്ഷണം കിട്ടുന്നതിൻ്റെ സ്ഥാനത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനൊരു തെളിവുണ്ട്. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹും ഫാത്തിമ ബീവിയും പുണ്യനബിയുടെ അരികത്ത് വന്ന നബിയെ, ഞങ്ങൾക്കൊരു വേലക്കാരനെ നൽകുമോ, ഒരടിമ സ്ത്രീയെ നൽകുമോ? കയ്യിന് മുറിവാണ് നബിയെ. അലി തങ്ങൾക്ക് ഊരയ്ക്ക് വേദനയാണ്, വീട്ടുവേലക്ക് സഹായിയായിട്ട് ഒരാളെ വേണം നബിയെ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ എന്താ പറഞ്ഞു കൊടുത്തത്? അലാ അദുല്ലുകുമാ അലാ അംരിൻ ഹുവ ഖൈറുൽ ലകുമാ മിൻ ഖാദിം, ഒരു വേലക്കാരൻ ലഭിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഖൈറായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതാ വൈച്ചുമാ, നിങ്ങൾ കിടപ്പറയിലേക്ക് കിടക്കാൻ ചെന്നാൽ 33 സുബ്ഹാനല്ലാഹും 33 അൽഹംദുലില്ലയും 34 അല്ലാഹു അക്ബറും ചൊല്ലേണമേ. നിങ്ങൾക്കൊരു ഖാദിമ് ലഭിക്കുന്നതിനേക്കാളും ഖൈറാണത് എന്ന് പറഞ്ഞാൽ, ശരീരം തളർന്നു പോയാൽ ശരീരത്തിന് ഊർജം നൽകുന്ന 3 ദിക്റുകളാണ് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവിക്ക് അടിമ സ്ത്രീയെ കൊടുത്തില്ല, വേലക്കാരൻ നബി തങ്ങൾ കൊടുത്തില്ല. കൊടുക്കാമായിരുന്നു, ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് വന്ന സമയമാണത്. പക്ഷേ തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, ശരീരത്തിന് ക്ഷീണമുണ്ടെന്നല്ലേ പറഞ്ഞത്, വീട്ടുവേലയ്ക്ക് സഹായിക്കാൻ ആള് വേണമെന്നല്ലേ പറഞ്ഞത്. നിങ്ങളുടെ ക്ഷീണം മാറിയ പ്രശ്നം തീരൂലേ? നിങ്ങളുടെ ക്ഷീണം മാറാനുള്ള മരുന്ന് ഞാൻ തരാം. കിടന്നുറങ്ങുമ്പോൾ, ഇത് നമ്മളൊക്കെ ചൊല്ലേണ്ട കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ,
കൊച്ചുമക്കളെ നോക്കി, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി. ഈ ചൂടത്ത് ഒരു പക്ഷേ ഫാന് പോലും കറങ്ങാൻ ചിലപ്പോൾ കറണ്ട് ഉണ്ടാവില്ല. കറണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഒരു പക്ഷേ ബില്ല് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. ചൂട് കൊണ്ട് തളർന്ന് വിഷമിച്ച് വീട്ടുകാര്യങ്ങളൊക്കെ ഉപ്പമാർ, ജോലിക്ക് പോകുന്നവർ വിയർത്തൊലിച്ച് തളർന്ന് അവർ വീട്ടിലേക്ക് എത്തുമ്പോൾ ക്ഷീണം മാറൂല. രാവിലെ വീണ്ടും ജോലിക്ക് പോകണം. പുണ്യനബി നിങ്ങൾ പറയാ, കിടന്നുറങ്ങാൻ ചെല്ലുമ്പോൾ നിങ്ങൾ കണ്ണു ചിമ്മി സുബ്ഹാനല്ലാഹ് കൈവിരലിൽ എണ്ണുക 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. രാവിലെ കഴിഞ്ഞിട്ട് നോക്കി. ഒരു മുഅ്മിനായ മനുഷ്യന് ആരോഗ്യവും ഉന്മേഷവും അല്ലാഹു ആ ദിക്ർ കൊണ്ട് നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബി പറയാ, ആയിഷ ബീവി, ഫാത്തിമ റളിയല്ലാഹു അൻഹയും ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി തങ്ങളും പറയാ, ഞങ്ങളതിന് തങ്ങൾ പറഞ്ഞു തന്നതിൻ്റെ ശേഷം ജീവിതത്തിൽ പിന്നെ മുടക്കിയിട്ടില്ല. അപ്പോൾ ഒരു ആൾ ചോദിച്ചു, വലാ യൗമ സുഫീൻ, അലിയാര് തങ്ങളെ സുഫീൻ യുദ്ധം നടന്നില്ലേ, അന്നും നിങ്ങൾ ചൊല്ലിയോ? വലാ യൗമ സുഫീൻ, ആ യുദ്ധം നടന്ന ദിവസത്തിലും ഞാനിത് ഓതിയിട്ടുണ്ട്. മുആവിയ തങ്ങളും അലി തങ്ങളും തമ്മിലുണ്ടായ പ്രശ്നം നടന്ന കാലം, അന്നും ഞാൻ ഈ ദിക്ർ ചൊല്ലിയിട്ടുണ്ട് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാ. ഭക്ഷണം കിട്ടാത്തൊരു കാലഘട്ടം വരുമ്പോൾ ഫമാ യുഈശുന്നാസ യൗമഇദിൻ ഫീ ദാലിക സമാൻ, നബിയേ എങ്ങനെയാണെന്ന് ആളുകൾ ജീവിക്കുക എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അല്ലാഹു ഭക്ഷണമായി നൽകുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്, അല്ലാഹു അക്ബർ എന്ന ദിക്റാണ്, അൽഹംദുലില്ലാഹ് എന്ന ദിക്റാണ്. ഈ ദിക്റുകൾ ഒരു മനുഷ്യന് വിശപ്പിന് പകരം അല്ലാഹു നൽകുന്ന ദിക്റാണെന്ന്. സുബ്ഹാനല്ലാഹ്, അത്രമേൽ ദുന്യവിയായ ഫലമതിനുണ്ട്. ആകാശലോകങ്ങളെ നിറക്കാൻ മാത്രം പ്രകാശമുള്ള ദിക്റുകളാണത്. മീസാൻ കനം തൂങ്ങുന്ന ദിക്റാണ്. അള്ളാഹു നമുക്ക് റബ്ബിലേക്ക്, അള്ളാഹുവിനെ ദാഖിരീങ്ങളായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, നമ്മുടെ നാവ് ദിക്ർ കൊണ്ട് നിറയണം, നനയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നി ഹദ്ദസ്തുകും അനിദ് ദജ്ജാലി ഹത്താ ഖശീതു അല്ലാ തഅഖിലൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മസീഹു ദജ്ജാലിനെ കുറിച്ച് സ്വഹാബികളെ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുമോ എന്ന് പോലും ഞാൻ ഭയപ്പെടുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഫഅഖിലൂ, ഞാൻ പറഞ്ഞ ഹദീസ് മനസ്സിലാക്കണേ. വതബസ്സറൂ ഫീ ഇന്നൽ മസീഹ ദജ്ജാൽ റജുലുൻ ഖസീർ, അവൻ ഹൈറ്റ് കുറഞ്ഞ മനുഷ്യനാണ്. അഫ്ഹജു, നടക്കുമ്പോൾ കാലിനൊരു മുടന്തുള്ള പോലെയുള്ള നടത്തക്കാരനാണ്. ജഅദുൻ, അവൻ്റെ മുടിയാകെ ചുരുണ്ട് കിടക്കുന്ന മുടിയാണ്, ജടപിടിച്ച മുടിയാണ്, സാധാരണ വാർന്നു വെക്കാൻ പറ്റുന്ന മുടിയല്ല. ജഅദാണ്, അഫ്ഹജാണ്, ഖസീറാണ്, അവൻ കുറിയവനാണ്. ഭയങ്കര തടിയുള്ള ആളാണ്, പക്ഷെ കുറിയവന, ഹൈറ്റ് കുറവാണ്. പിന്നെ ഒറ്റക്കണ്ണനാണ്, അവൻ്റെ കാലിനൊരു മുടന്ത് പോലെയുള്ള പ്രശ്നമുണ്ട്. മുതമൂസുൽ ഐൻ, അവൻ്റെ കണ്ണ് തേച്ചുമാച്ച് കളഞ്ഞതുപോലെ കണ്ണിൻ്റെ കുഴി പോലും അവിടെ ഇല്ല. അങ്ങനെയാണ് അവൻ്റെ വലത് കണ്ണ്. ലൈസത് ബി നാതിഅത്തിൻ ലാ ളാഹിറത്തിൻ വലാ ഹജ്റാ, മുന്തിരി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെ പുറത്തേക്ക് നിൽക്കുന്ന ഒരു കണ്ണാണ് അവൻ്റെ കണ്ണ്. ലവിൽ തബസൽ അംറു അലൈക്കും ഫിദ് ദജ്ജാൽ, ഈ പിശാച് വന്ന്, ഈ മസീഹു ദജ്ജാൽ വന്ന് അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ ഇത് പടച്ചവനാണ് എന്നവൻ പറയുമ്പോൾ നിങ്ങൾക്കെങ്ങാനും വല്ല സംശയവും ജനിക്കുകയാണെങ്കിൽ ഫഅലമൂ, നിങ്ങൾ അറിയണേ, അന്ന റബ്ബക്കും ലൈസ ബിഅവർ, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു കണ്ണിന് കുഴപ്പമുള്ളവനല്ല, അല്ലെങ്കിൽ ഒറ്റക്കണ്ണൻ എന്ന ന്യൂനതയുള്ളവനല്ല. വഅന്നകും ലൻ തറൂ റബ്ബക്കും, അല്ലാഹുവിനെ ഈ ഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയില്ലല്ലോ. റബ്ബിനെ ഭൂമിയിൽ കാണാൻ കഴിയില്ലല്ലോ. മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചില്ലേ, റബ്ബി അരിനി അൻദുർ ഇലൈക്, അല്ലാഹുവേ നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? എനിക്ക് കാണാൻ പറ്റില്ല എന്നറിയാം, നീ കാണിച്ചു തന്നാലേ കാണാൻ പറ്റൂ എന്നും അറിയാം. അതുകൊണ്ട് റബ്ബേ നിന്നെ എനിക്കൊന്ന് നീ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു നബിയുന മൂസാ നബി അലൈഹിസ്സലാം. അള്ളാഹിന്റെ മറുപടി എന്താ? ലൻ തറാനി, മൂസാ നബിയെ ഈ ലോകത്ത് വെച്ച് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റൂല. അങ്ങനെയാണ് ഫൻദുർ ഇലൽ ജബൽ ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി. നബി ഞങ്ങൾ പറഞ്ഞു, അദ്ദജ്ജാലു അഅവറു ഹജാനുൻ അഖ്മറു കഅന്ന റഅസഹു അസ്ലുൻ. മസീഹു ദജ്ജാൽ ഒറ്റക്കണ്ണനാണ്, അവൻ വെളുത്ത ശരീരമുള്ളവനാണ്,
വെളുപ്പ് നിറമുള്ളവനാണ്. അഖ്മറു എന്ന് പറഞ്ഞു. കഅന്ന റഅസഹു അസ്ലുൻ, അവന്റെ തല കണ്ടാൽ ഒരു പാമ്പിന്റെ തല പോലെ തോന്നിക്കും എന്ന് നബി തങ്ങൾ പറഞ്ഞു. അഷ്ബഹുന്നാസി ബിഅബ്ദി ഉസ്സ ഇബ്നു ഖതൻ, അന്ന് ജീവിച്ചിരിപ്പുള്ള ഒരാളുണ്ടായിരുന്നു, അബ്ദുൽ ഉസ്സ ഇബ്നു ഖതൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അയാളെപ്പോലെയാണ് അയാളുടെ തലയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഉറാനിൽ ലൈലത ഇൻദൽ കഅബതി ഫിൽ മനാം, ഇന്ന് ഞാൻ കഅബാലയത്തിൻ്റെ അരികത്തിരിക്കുമ്പോൾ അള്ളാഹു അവൻ്റെ രൂപം എനിക്ക് പരിപൂർണമായും കാണിച്ചു തന്നു. അള്ളാഹു കാണിച്ചു തന്നു. ഇവനാണ് മസീഹുദ് ദജ്ജാൽ. അതുകൊണ്ട് അള്ളാഹു ന്യൂനതയുള്ളവനല്ല, അള്ളാഹു പരിപൂർണതകളുടെ സിഫാത്തുൽ കമാൽ മുഴുവനുമുള്ളവനാണ് റബ്ബ്. അള്ളാഹുവിൻ്റെ കമാൽ മുത്ലഖ് കമാലാണ്, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് മുത്ലഖ് ഖുദ്റത്താണ്. റബ്ബിൻ്റെ കഴിവിനതീതമായി ഒരു കഴിവും ലോകത്തില്ല. സർവ്വ കഴിവുകളെക്കാളും വലുത്, സർവ്വ ഇൽമിനേക്കാളും വലിയ ഇൽമ്, സർവ്വ സിദ്ധികളെക്കാളും ഏറ്റവും വലിയ സിദ്ധി എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് ആ റബ്ബ് ന്യൂനതയുള്ളവനല്ല, ഇവൻ ന്യൂനതയുള്ളവനാണ്. അള്ളാഹുവാണ് എന്നവൻ വാദിക്കുമ്പോഴും എന്തൊക്കെ മാജിക് കാണിക്കുമ്പോഴും നിങ്ങൾ ഒരിക്കലും അവൻ അള്ളാഹുവാണെന്ന് വിശ്വസിക്കരുതേ. ഇൽമ് വേണം, ഫഅലമു, അറിവ് വേണം. അള്ളാഹുവിനെ മൂസ നബിക്ക് പോലും അള്ളാഹു ഈ ഭൂമിയിൽ കാണിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ മുമ്പിൽ നിന്നിട്ട് ഞാൻ പടച്ചോനാന്ന് പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കും? ഇന്ന ബൈന ഐനൈഹി മക്തൂബുൻ കാഫിറുൻ യഖറഉഹു കുല്ലു മുഅ്മിനിൻ കാതിബിൻ വഗൈരി കാതിബ്. അവൻ്റെ നെറ്റിത്തടത്തിൽ രണ്ട് കണ്ണുകൾക്കിടയിലായി കാഫിർ, അവൻ അവിശ്വാസിയാണ്, നന്ദികേട് ചെയ്തവനാണ്, അവൻ ദൈവനിഷേധിയാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കഫറ, 3 അക്ഷരങ്ങളുണ്ടാവും. കാഫിർ, അന്ന് പലപ്പോഴും അലിഫ് എഴുതാറില്ല, അതുകൊണ്ടാണ് കഫറ. കാഫിർ എന്നാണ് എഴുതുക, പക്ഷെ അലിഫ് കാണൂല. അലിഫ് പല ഖുർആൻ്റെ ലിപികളിൽ കാണും, അലിഫ് മേലെ ചെറുതായിട്ട് കൊടുക്കുന്നത്. സമാവാത്ത് എന്നൊക്കെ എഴുതുമ്പോൾ അലിഫ് സെപ്പറേറ്റ് എഴുതൂല. അത് അറബി ലിപിയിലുള്ള ഒരു വിഷയമാണ്. പക്ഷേ അതേ വിഷയം മസീഹുദ് ദജ്ജാലിൻ്റെ നെറ്റിയിൽ കാഫിർ എന്നാണ് ഉദ്ദേശം, പക്ഷേ കഫറാന്നേ കാണുള്ളൂ. അത് അറബ് ഭാഷ അറിയുകയും അറിയാത്തതുമായ സർവ്വ വിശ്വാസികൾക്കും അത് വായിക്കാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ ഏത് നാട്ടിലാണ് വരുന്നത്, എവിടെയാണ് അവൻ പ്രത്യക്ഷപ്പെടുന്നത്? നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ദജ്ജാൽ യഖ്റുജു മിൻ അർളിൻ ബിശ്ശർഖ്, ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. യുഖാലു ലഹാ ഖുറാസാൻ, ഖുറാസാൻ എന്നാണ് ഇതിന് പറയുക. ഈ ഖുറാസാൻ എന്ന് പറഞ്ഞാൽ എവിടെയാണെന്നറിയോ? ഷാമിൻ്റെയും ഇറാഖിൻ്റെയും പരിസര പ്രദേശങ്ങൾക്കാണ് ഖുറാസാൻ എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ സിറിയ, അത് കഴിഞ്ഞാൽ പിന്നെ ഇറാഖ്, ഇറാനിൻ്റെ പരിസര പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങൾക്കാണ് ഖുറാസാൻ. അവിടെ നിന്നാണ് അവൻ വരുന്നത്. ഇന്നഹു ഖാരിജുൻ ഖല്ലതൻ ബൈന ശാമി വൽ ഇറാഖ്, ഇറാഖിൻ്റെയും സിറിയയുടെയും ഇടയിലുള്ള ഒരു പ്രധാന വഴിയിലൂടെയാണ് അവൻ വരുന്നത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യഖ്റുജു ദജ്ജാൽ മിൻ യഹൂദിയ്യത്തി അസ്ബഹാൻ. ഇത് വേറൊരു അറിവാണ്. ഇറാനിൽ ജൂതന്മാരുണ്ട്. അസ്ഫഹാൻ എന്ന് പറയുന്ന സിറ്റിയിൽ ഇപ്പോഴും ജൂതന്മാരുണ്ട്. നബി തങ്ങൾ പറയുന്നു, ഇറാനിലെ അസ്ഫഹാനിലെ ജൂതന്മാർക്കിടയിൽ നിന്നാണ് അവൻ വരുന്നത്. അതും ഹദീസിൻ്റെ ഒരു ഭാഷ്യമാണ്. അവൻ വരുന്നത് 70,000 ജൂതന്മാർ, 60,000 നേരത്തെ പറഞ്ഞു, 70,000 ജൂതന്മാർ അവൻ്റെ കൂടെ ഉണ്ടാവും. യാഖൂത്തുൽ ഹമവിയെ പോലെയുള്ള ആളുകൾ മദീനത്തു അസ്ബഹാൻ എന്ന് പറയുന്നത്, നെബുക്കദ്നേസർ എന്ന് പറയുന്ന, ബുഖ്തുനസർ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു ക്രൂരനായ ഭരണാധികാരി ജൂതന്മാർക്കെതിരെ, ക്രൂരൻ എന്ന് പറയല്ല, ജൂതന്മാരെ അന്ന് തടവിലാക്കിയ ഒരു ഭരണാധികാരി കഴിഞ്ഞു പോയിട്ടുണ്ട്, ബുഖ്തുനസർ എന്ന് പറയുന്ന ഭരണാധികാരി. അദ്ദേഹം അവരെ ക്യാമ്പ് ചെയ്യിച്ചത് അസ്ഫഹാനിലാണ്. അവിടെ ഇപ്പോഴും ഹാറത്തുൽ യഹൂദ് എന്നറിയപ്പെടുന്ന പ്രദേശമുണ്ടെന്ന് ഭാഷാ പണ്ഡിതന്മാർ, യാഖൂത്തുൽ ഹമവിയെ പോലെയുള്ള ആളുകൾ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ആ ഒരു പ്രദേശത്തു നിന്ന് അവർ വരുന്നു. ഇവിടെ ഒരു വിഷയം വരുന്നത്, ഷാം ഇന്നൊരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പത്രത്തിലൊക്കെ ഡെയിലി കാണുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുകയാണ്. എപ്പോഴും പ്രശ്നങ്ങൾ നടക്കുന്നൊരു ഏരിയ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഇറാഖിൻ്റെയും സിറിയയുടെയും ഇറാനിൻ്റെയും പരിസര പ്രദേശങ്ങൾ. നബി തങ്ങൾ പറഞ്ഞു, അൽ ഫിതൻ മിൻ ജിഹത്തിൽ മശ്രിഖ്, ആ ഭാഗത്ത് നിന്ന് ഫിത്തനകൾ വരുമെന്ന് നബി തങ്ങൾ പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖവാരിജ് വന്നത് അവിടെ നിന്നാണ്, റവാഫിദിൻ്റെ ഫിത്തനകൾ വന്നത് അവിടെ നിന്നാണ്, താർത്താരികൾ പടയോട്ടം നടത്തിയത് ആ ഭാഗത്താണ്.
നമ്മുടെ ഈ കാലഘട്ടത്തിലും നമുക്ക് മുമ്പും ഒരുപാട് യുദ്ധങ്ങൾ അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ യുദ്ധങ്ങളെയൊക്കെ അതിജയിച്ചിട്ടാണ് ഖുർആൻ ബാക്കിയായത് എന്നുകൂടെ ഞാൻ ചേർത്ത് പറയണേ. മുസ്ലിം ലോകത്ത് ഒരുപാട് ഫിത്നകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ട യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിമീങ്ങളുടെ കിതാബുകൾ മുഴുവനും ടൈഗ്രീസ് നദിയിലും യൂഫ്രട്ടീസ് നദിയിലും മുക്കിക്കളഞ്ഞ് ഇറാഖിലെ മഹാ ലൈബ്രറികളെ ശൂന്യമാക്കി കളഞ്ഞ യുദ്ധങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ അന്നത്തെ അതേ ഖുർആനാണ് ഇപ്പോഴും നമ്മുടെ കയ്യിലുള്ളത്. ഖുർആനിൻ്റെ ഒരക്ഷരം ഏറുകയോ കുറയുകയോ ചെയ്തില്ല. ഇന്നും പഴയ ഏൻഷ്യൻ്റ് മാനുസ്ക്രിപ്റ്റ്സ് ഖുർആനിൻ്റെ ലിപികൾ ലഭ്യമാണെന്ന് യുനെസ്കോ അംഗീകരിച്ച ഒരു മുസാഫിൻ്റെ ലിപിയുണ്ട്. ടാഷ്കൻഡിലെ ഇമാം ഖഫാൽ മ്യൂസിയത്തിലുണ്ട് ഉസ്ബെക്കിസ്ഥാനിൽ. അത് യുനെസ്കോ സ്റ്റാമ്പ് ചെയ്തതാണ്. ഇത് ഒറിജിനലാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഓതിയ മുസാഫ് ഇന്ന് ലഭ്യമാണ്. 6 7 1300 400 കൊല്ലം പഴക്കങ്ങളുള്ള ഗ്രന്ഥങ്ങൾ, ഖുർആനിൻ്റെ കോപ്പികളുണ്ട്. അതൊക്കെ വെച്ച് ഇന്നൊരു ഒരു മുസ്ലിം പണ്ഡിതൻ, അദ്ദേഹം മരിച്ചുപോയി അടുത്ത കാലത്ത്. അദ്ദേഹത്തിൻ്റെ 10 വർഷത്തെ ഒരു രചന, 10 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പഠനം നടന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിനെ ഇന്നത്തെ മുസ്ഹഫിലുള്ള വരികളും റസ്മുൽ ഉസ്മാനി വരികളും ഈ 10-16 മുസ്ഹഫുകളുടെ വരികളും എങ്ങനെയാണ് ആ വാക്ക് സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ സൂറത്തുൽ ഇസ്രാ അദ്ദേഹം തുടങ്ങിയത്. ആ സുബ്ഹാന എങ്ങനെ ഓരോ കിതാബിലും എങ്ങനെ സുബ്ഹാന എഴുതിയത്. 1400 കൊല്ലം പഴക്കമുള്ള ഫതുഹും ഗസറും പുള്ളിയൊന്നുമില്ലാത്ത ഉസ്മാനി മുസ്ഹഫുണ്ട് താഷ്കൻഡിലെ. ആ മുസ്ഹഫിൽ എങ്ങനെയാണ് സുബ്ഹാന എഴുതിയത്. അതിന് ശേഷം വന്ന മുസ്ഹഫ്, അങ്ങനെ ഇന്ന് 21-ാം നൂറ്റാണ്ടിലുള്ള മുസ്ഹഫ് ഒരു അക്ഷരത്തിന് പോലും ഒരു കുറവ് വരാതെ, ഏറെയും കുറവുമില്ലാതെ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സർവ്വ യുദ്ധങ്ങൾക്കിടയിൽ എല്ലാ കിതാബുകളും നശിച്ചിട്ടുണ്ട്, പക്ഷേ ഖുർആൻ നശിച്ചു പോയിട്ടില്ല. ഖുർആനിനെ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഖുർആനിനെ നാമാണ് ഇറക്കിയത്, നാം അത് സംരക്ഷിക്കുമെന്ന് അള്ളാഹു അണ്ടർടേക്ക് ചെയ്ത ആ ഒരു സത്യം ഇന്നും നിലനിൽക്കുന്നത്. ഇന്ന് ഈ പറയുന്ന ഒരു ഗ്രന്ഥം, ഒരു മുസ്ഹഫ് ഇറങ്ങിയിട്ടുണ്ട്, അൽ ഇജാസുൽ ഖുർആനി അൽ തസ്വീരി. ഖുർആനിൻ്റെ ഈ കോപ്പികൾ അദ്ദേഹം സ്കാൻ ചെയ്ത കോപ്പികളായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഒരു എഴുത്ത് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ടല്ല. ഓരോ മുസ്ഹഫിൻ്റെയും സ്കാൻ കോപ്പികൾ, ഓരോ ആയത്തും എങ്ങനെയാണ്. അതുകൊണ്ട് വാക്കുകൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഓരോ വാക്കുകളും മറിച്ചു നോക്കിയാൽ അതിൻ്റെ റെഫറൻസ് ഗ്രന്ഥമായ മുസ്ഹഫ്. ഇന്ന് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഒരു കിതാബ്, ഒരു ഖുർആനുണ്ട് അദ്ദേഹം ഉദ്ധരിച്ചതിൽ, പോയിട്ട് പരിശോധിക്കാവുന്നതാണ്. ഖുർആൻ ഏറ്റക്കുറച്ചിലുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് വായടപ്പൻ മറുപടി നൽകുന്ന ഒരു ഗ്രന്ഥമാണത്. അത് ഇന്ന് പബ്ലിഷ് ആയിട്ടുണ്ട്, മാഷാ അള്ളാഹ്. ഏതായിരുന്നാലും എത്രയോ യുദ്ധങ്ങളും പ്രയാസങ്ങളും കടന്നുകൊണ്ടാണ് ഈ ദീൻ കടന്നു വരുന്നത്. ഇതിലൊക്കെ ഈമാനുള്ള ആളുകളെ അള്ളാഹു കടഞ്ഞെടുത്ത് അവരെ അള്ളാഹു താല തെരഞ്ഞ് ഉമ്മത്തിന് കാണിച്ചു കൊടുക്കാൻ. ആരാണ് മുനാഫിഖ്, ആരാണ് കപടന്മാർ, ആരാണ് സത്യവിശ്വാസികൾ. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു 30ഓളം ആളുകൾ, ലഹ്മ് ജുദാമ് ഗോത്രക്കാർ, അവർ കപ്പലിൽ യാത്ര പോയി. അവരുടെ കപ്പൽ തകർന്നടിഞ്ഞ് വിജനമായ ഒരു ജസീറയിൽ എത്തിപ്പെട്ട്, ഒരു ദ്വീപിലെത്തിപ്പെട്ട് അവിടെ വെച്ച് മസീഹുദ് ദജ്ജാലിനെ കണ്ട കഥ സ്വഹീഹ് മുസ്ലിമിൽ ഹദീസുൽ ജസ്സാസ എന്ന് പറയുന്ന ഹദീസുണ്ട്. തമീമുദ്ദാരി തങ്ങൾ അത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളെ മുഴുവനും മദീന പള്ളിയിലേക്ക് വിളിച്ചുകൂട്ടി. തമീമുദ്ദാരി എന്ന മുസ്ലിമല്ല, അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. മസീഹുദ് ദജ്ജാലിനെ ഡയറക്റ്റ് കണ്ട മനുഷ്യനാണ്. അതുകൊണ്ടാണ് മസീഹുദ് ദജ്ജാൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയാൻ കാരണം. അപ്പോൾ പറയും, സാറ്റലൈറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്ന് കണ്ടെത്തിക്കൂടെ? കണ്ടെത്താൻ കഴിയില്ല, അള്ളാഹു മറച്ചു വെച്ചത്. ഇന്ന് മനുഷ്യൻ ഇന്നും എത്തിപ്പെടാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്. മനുഷ്യന് കാലുകുത്താൻ പറ്റാത്ത ഇടങ്ങൾ, എത്ര ഗുഹകളും എത്ര മലനിരകളും എത്ര കാടുകളുമുണ്ട്. ഇന്ന് മലേഷ്യൻ ഫ്ലൈറ്റ് 10-200 ആളെയും കൊണ്ടുപോയിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ട്രേസസ് കിട്ടിയത്? നമ്മൾ പറയും ഭൂമി മുഖത്ത് നമ്മൾ അരിച്ചു പൊറുക്കി കഴിഞ്ഞു, ഇപ്പം ചൊവ്വയും ചന്ദ്രനും മേലോട്ടാണ് നോക്കുന്നത്. ഭൂമിയിൽ 10-300 ആളുകൾ യാത്ര ചെയ്ത് അങ്ങ് മുങ്ങിപ്പോയി, ഒരു ട്രേസും ഒരു വിവരവുമില്ലാതെ പോയ ആ ഒരു ഫ്ലൈറ്റ് എവിടെയാ വീണത് എന്ന് കണ്ടുപിടിക്കാൻ കൊല്ലങ്ങളെടുത്തു. എന്നിട്ടൊന്നും കിട്ടിയിട്ടില്ല. അവിടെ ആയിരിക്കും വീണതെന്ന് പറയണം. ഒരു ട്രേസും കിട്ടാനില്ല, അതിൻ്റെ അവശിഷ്ടങ്ങൾ പോലും കിട്ടുന്നില്ല. സുബ്ഹാനല്ലാഹ്, എന്തോ ചില പൊടികളൊക്കെ കിട്ടിയെന്നല്ലാതെ. നോക്കണം, മനുഷ്യൻ ദുർബലനാണെന്ന് അല്ലാഹു കാണിച്ചു തരാൻ. നമ്മൾ പറയും മസീഹുദ് ദജ്ജാൽ ഇന്നഹു ഫീ ബഹരി ശാം ഔ ഫീ ബഹരിൽ യമൻ എന്ന് സ്വഹാബിയുടെ ഒരു സംശയം. നബി തങ്ങൾ പറഞ്ഞത് ഷാമിൻ്റെ കടലിലാണെന്നാണോ അതല്ല യമനിൻ്റെ കടലിലാണെന്നാണോ എന്ന് സംശയം. പക്ഷേ ഒരു ദ്വീപിലാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് സ്വഹാബിമാർ ഓർക്കുകയാണ്.
മസീഹുദ് ദജ്ജാലിനെ കണ്ടിട്ട് അദ്ദേഹവുമായി സംസാരിച്ച ദീർഘമായ ചരിത്രം നമ്മൾ വഅദിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ കേട്ടതും അറിഞ്ഞതുമായിരിക്കും, ഞാൻ അതിലേക്ക് പോവല്ല. തമീമുദ്ദാരി തങ്ങൾ മസീഹുദ് ദജ്ജാലിനെ കണ്ടത് കൈകളിൽ ചെയിനുകളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതായിട്ടാണ്. അങ്ങനെ അവൻ പലതും ചോദിക്കുന്നുണ്ട്. അഖ്ബിർനി അൻ ബുഹൈറത്തി തൊബരിയ, തൊബരി തടാകം എങ്ങനെയുണ്ട് എന്ന് സ്വഹാബികൾ ഇവരോട് അറബികളോട് ചോദിക്കുകയാണ്. തമീമുദ്ദാരി അദ്ദേഹത്തിൻ്റെ 2 ഖബീലയുണ്ട്, ലഹ്മ്, ജുദാം. 30ഓളം ആളുകൾ കൂടെ ഉണ്ട്. ഒരു വലിയ ജീവിയെ അവർ കാണുന്നു. ഗുഹയിലേക്ക് ഒരു ദ്വീപിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ ജീവിയോട് ചോദിച്ചു, ഞങ്ങളങ്ങ് ചോദിച്ചു, നീ ആരാണ്? മാ അൻസി. അപ്പോൾ അത് പറഞ്ഞു, അനൽ ജസ്സാസ, ഞാൻ ജസ്സാസ എന്ന മൃഗമാണ്. ഹദീത്ത് സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീത്താണ്. അപ്പോൾ അവർ ചോദിച്ചു, മൽ ജസ്സാസ, എന്താണ് ഈ ജസ്സാസ എന്ന് പറഞ്ഞാൽ? അപ്പോൾ പറഞ്ഞു, ഇൻചഖിലു ഇലാ ദൈരിൻ തഹ്ത, നിങ്ങൾ അവിടെ താഴെ ഒരു ഗുഹയുണ്ട്, അവിടെ ചെന്ന് നോക്കൂ, അവിടെ ഒരാൾ പറഞ്ഞു തരും ഞാൻ ആരാണെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ അവർ പറയാം, പടച്ചോനെ, ഒരു ജീവി സംസാരിക്കുക. ഞങ്ങൾ വിചാരിച്ചു ഇത് ഒരു പെൺ പിശാച്ചാണെന്ന്, ഒരു ശൈത്വാനത്താണ് എന്ന് വിചാരിച്ചു. കാരണം ലാ യുഅറഫു ഖുബുലുഹാ മിൻ ജുബുരിഹാ, ശരീരമാസകലം മുടിയാണ്, ഏതാണ് അതിൻ്റെ ഫ്രണ്ട് ഏതാണ് ബാക്ക് എന്ന് പോലും മനസ്സിലാകുന്നില്ല. അങ്ങനത്തെ ഒരു ജീവിയെ ഞങ്ങൾ കണ്ടു. ഇത് നബി തങ്ങളുടെ മുമ്പിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഹദീസാണ് സ്വഹീഹ് മുസ്ലിമിലുള്ളത്. അങ്ങനെ അവർ ചെന്നപ്പോൾ അവിടെ മസീഹുദ് ദജ്ജാലിനെ കണ്ടു. അല്ല അവസാനം പറഞ്ഞത്, നീ ആരാണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ ആരാണെന്ന് പറഞ്ഞുതരാം, നിങ്ങൾ ആരാണെന്ന് എനിക്ക് പറഞ്ഞു തരൂ. അപ്പം അവർ പറഞ്ഞു, നഹ്നു ഉനാസും മിനൽ അറബ്, ഞങ്ങളൊരു കൂട്ടം അറബികളാണ്, ഞങ്ങളിങ്ങനെ കടലിൽ യാത്ര ചെയ്തതാണ്. അങ്ങനെ ഞങ്ങളുടെ കപ്പൽ തകരുകയും ഞങ്ങൾ അറിയാതെ എത്തിപ്പെടുകയും ചെയ്തതാണ്. ഓ, അറബികളാണല്ലേ? അതേ എന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, തൊബരി തടാകം നിങ്ങൾക്കറിയുമോ? ബുഹൈറത്ത് തൊബരിയ. അപ്പോൾ അവർ പറഞ്ഞു, അറിയാം. അവിടെ വെള്ളമുണ്ടോ എന്ന് ചോദിച്ചു. ആ, വെള്ളമുണ്ട്. ഇഷ്ടം പോലെ വെള്ളമുണ്ടല്ലേ? ഉണ്ട്. എന്നാൽ ഒരു സമയം വരും, തൊബരി തടാകം മുഴുവൻ വറ്റി വരണ്ടു പോകും. ഏതായി തൊബരി തടാകം എന്നറിയോ? ഇന്ന് ഫലസ്തീനിൻ്റെ ഭാഗം ഇസ്രായേൽ കൈയടക്കി വെച്ചിട്ടുള്ള, ഇസ്രായേലിൻ്റെ കൺട്രോളിൽ കിടക്കുന്ന സീ ഓഫ് ഗലീലി എന്ന് പറയുന്ന, സീ ഓഫ് ഗലീലി എന്ന് ഇംഗ്ലീഷിൽ പറയാം. തൊബരി തടാകമാണ്. അത് ശുദ്ധജല തടാകമാണ്. കടലെന്ന് പറയാം, ഗലീലി കടൽ. അത് കടലല്ല, ശരിക്കും തടാകമാണ്. ചാവുകടൽ പോലെ. ചാവുകടൽ വലിയ കുളമാണ്. അത് മറ്റു കടലുമായി ബന്ധമില്ലല്ലോ. ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശത്ത് കിടക്കുന്ന കടല. പക്ഷെ അതിന് പറയുന്ന അൽ ബഹറുൽ മയ്യിത്ത്, ഡെഡ് സീ എന്ന് പറയും. എന്ന പോലെ തൊബരി തടാകത്തെ കടൽ എന്നറിയപ്പെടാം. ഇന്ന് ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ ഇസ്രായേലിൻ്റെ ബൗണ്ടറിയിൽ കിടക്കുന്ന പ്രദേശമാണിപ്പോൾ പിന്നെ തൊബരി തടാകം, സീ ഓഫ് ഗലീലി. അതിനെക്കുറിച്ച് മസീഹുദ് ദജ്ജാൽ ചോദിച്ചത്, വെള്ളമുണ്ടോ? വെള്ളമുണ്ട്. ആ തൊബരി തടാകത്തുനിന്ന് വേണം ജോർഡാൻ നദിയിലൂടെ ചാവുകടലിലേക്ക് വെള്ളം വരാൻ. പക്ഷേ അത് ജൂതന്മാർ തടഞ്ഞു വെക്കുകയും അവരുടെ കൃഷിക്ക് വേണ്ടി യഥേഷ്ടം തൊബരി തടാകത്തിൽ നിന്ന്, ഗലീലി, സീ ഓഫ് ഗലീലിയിൽ നിന്ന് വെള്ളം കൊണ്ടുപോയിട്ട് അവർ കൃഷി നടത്തുന്നു. ഒരിച്ചു വെള്ളം പോലും ജോർഡാനിലേക്ക് വിട്ടുകൊടുക്കണില്ല. അതുകൊണ്ട് ചാവുകടൽ എന്ന് പറയുന്ന കടൽ ഇപ്പോൾ ചത്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആര് പറയും, നമ്മളൊക്കെ ഇടയ്ക്ക് പോകാറുണ്ടായിരുന്നു. അവർ പറയും, ഗൈഡുകൾ പറയും, 50 കൊല്ലം കഴിഞ്ഞാൽ ചാവുകടൽ ഇനി കാണാൻ കിട്ടൂല. ചാവുകടൽ ചത്തിട്ടുണ്ടാവും. അത്രയും ഉപ്പുരസമുള്ള കടലാണത്. പൊങ്ങിക്കിടക്കും, മുങ്ങൂല. കാരണം അത്രയും ഉപ്പുരസമുണ്ട്. ഒരു തവള പോലും, ഒരു ചെറിയ ജീവി പോലും അതിന് ജീവിക്കാൻ കഴിയില്ല, ഉപ്പിൻ്റെ ഡെൻസിറ്റി കൊണ്ട്. അതുകൊണ്ടാണ് അതിനെ ചാവുകടൽ, അൽ ബഹറുൽ മയ്യിത്ത്, മരിച്ച കടൽ എന്ന് പറയാൻ കാരണം. ഈ കടലിലേക്ക് വെള്ളം കിട്ടുന്നില്ല. തൊബരി തടാകത്തിൽ നിന്നാണ് വെള്ളം വരേണ്ടത്. ജോർഡാൻ നദി എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു സ്റ്റാൻഡിൻ്റെ വീതിയേ ഉള്ളൂ വെള്ളം വരുന്ന സ്ഥലം. ചെറിയൊരു നീര് പോലെ ഇങ്ങനെ വരുന്നുണ്ട്. ജോർഡാൻ ഫലസ്തീൻ ബോർഡറിൽ കിങ് മലിക് ഹുസൈൻ ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിലൂടെ കടന്നിട്ട് വേണം ഫലസ്തീനിലേക്ക് എത്താൻ. താഴെ നോക്കിയാൽ ഈ ഒരു സ്റ്റാൻഡിൻ്റെ വീതിയിലേ അവിടെ വെള്ളം ഒഴുകുന്നുള്ളൂ. ഈ വെള്ളം യഥേഷ്ടം ഒഴുകിയിരുന്ന ഒരു നദിയായിരുന്നു ജോർഡാൻ നദി. ആ നദി അവർ നശിപ്പിച്ചു. ആ വെള്ളം മുഴുവൻ അവർ കൊണ്ടുപോയി. ഇപ്പോൾ വെള്ളമില്ല. മസീഹുദ് ദജ്ജാൽ പറഞ്ഞൊരു കാലഘട്ടം വരും, സീ ഓഫ് ഗലീലി വറ്റി വരണ്ടു പോകുന്നൊരു സമയം വരും. പിന്നെ ചോദിച്ചു, അഖ്ബിർനി അൻ ഐനി സുഗർ, സുഗർ തടാകം എങ്ങനെയുണ്ട്? അതും ഒരു വെള്ളത്തിൻ്റെ അരുവിയാണ്, ഫലസ്തീനിലുള്ള അരുവിയാണ്, ഇസ്രായേൽ കൺട്രോളിലാണെന്ന് മാത്രം. അവിടെയും വെള്ളമുണ്ട്. പറഞ്ഞു, ഇനി അവിടെ വെള്ളമില്ലാത്തൊരു സമയം വരും. പിന്നെ ചോദിച്ചത് ഒരു ഈത്തപ്പനത്തോട്ടത്തെക്കുറിച്ചാണ്. അഖ്ബിർനി അൻ നഖ്ലി ബൈസാൻ, ബൈസാൻ ഈത്തപ്പനത്തോട്ടത്തെക്കുറിച്ച് പറഞ്ഞു തരൂ. ഫലസ്തീനിൻ്റെ താഴ്വരകളിൽ കാണുന്ന പ്രദേശമാണത് ബൈസാൻ ഈത്തപ്പനത്തോട്ടങ്ങൾ. അവിടെ കായ്ക്കനികളുണ്ട്, എന്നാൽ ഒരു ഈത്തപ്പഴം പോലും കായ്ക്കാത്ത സമയം വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ചോദിച്ചു.
അക്ഷരാഭ്യാസമില്ലാത്ത ആളുകളിലേക്ക് നിയുക്തരായ അന്ത്യപ്രവാചകരെ കുറിച്ച് നിങ്ങൾ എന്നോട് പറഞ്ഞു തരൂ. അഖ്ബിറൂനി അൻ നബിയിൽ ഉമ്മിയീൻ. അപ്പോൾ അവർ പറഞ്ഞു, നബിയ, പ്രവാചകൻ മുഹമ്മദ് നബി എന്ന് പറയുന്ന ആള് മക്കയിൽ വന്നിട്ടുണ്ട്. ആള് ചോദിച്ചു, ആളുകൾ എങ്ങനെയാ അവരോട് പെരുമാറുന്നത്? ആളുകൾ യുദ്ധം ചെയ്യുന്നുണ്ട്, ശത്രുക്കളുണ്ട്, കുറെ ആളുകൾ കൂടെ കൂടിയിട്ടുണ്ട്. അവിടെ മസീഹു ദജ്ജാൽ ഒരു വാക്ക് ഇവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഫഖൈറുൽ ലഹും മൻ യുതീഉ. അവർക്ക് ഏറ്റവും നല്ലത് ആ പ്രവാചകനെ വിശ്വസിക്കലാണ്, ആ പ്രവാചകന്റെ കൂടെ കൂടലാണ് അവർക്ക് നല്ലത്. ആ വാക്കാണ് തമീമുദ്ദാരി തങ്ങൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ പ്രചോദനമായത്. തമീമുദ്ദാരി തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? തറാവിഹ് 20 റക്അത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ ഇമാമ് നിർത്തി നിസ്കരിപ്പിച്ചപ്പോൾ ആ തറാവീഹിന് ഇമാമായി നിന്ന സ്വഹാബിയാണ് ഈ മസീഹു ദജ്ജാലിനെ കണ്ട ആള്. തമീമുദ്ദാരി റളിയല്ലാഹു തആല ഹബീബിന്റെ സ്വഹാബിയാണ്. ഈ ചരിത്രം മുഴുവൻ പറഞ്ഞു. എന്നിട്ട് മസീഹു ദജ്ജാൽ പറഞ്ഞു, അനൽ മസീഹു ദജ്ജാൽ, ഞാനാണ് മസീഹു ദജ്ജാൽ. ഖിയാമത്ത് നാളിനോട് അടുക്കുമ്പോൾ ഞാൻ വരും. അവനൊരു ദേഷ്യം, വല്ലാത്തൊരു ദേഷ്യം, എന്നിട്ട് ആ ദേഷ്യത്തിന്റെ പകയിൽ അവന്റെ ചങ്ങലകൾ പൊട്ടുകയായിരിക്കും ഉണ്ടാവുക. ഞാൻ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കും. 40 യൗം, 40 ദിവസമാണ് എൻ്റെ സമയം. യൗമുൻ കസന, ഒരു ആദ്യത്തെ ദിവസം ഒരു വർഷത്തിന്റെ ദൈർഘ്യമുണ്ടാകും. വയൗമുൻ കശഹ്റിൻ, രണ്ടാമത്തെ ദിവസം ഒരു മാസത്തിന്റെ ദൈർഘ്യം. പിന്നൊരു ദിവസം ഒരാഴ്ചയുടെ ദൈർഘ്യം. പിന്നെ ബാക്കി 37 ദിവസങ്ങൾ കസായിരി അയ്യാമിക്കും, സാധാ ദിവസങ്ങളെ പോലെയാണ്. ഈ സംഭവങ്ങൾ എത്തിയപ്പോൾ പുണ്യനബി തങ്ങൾ ചോദിച്ചു, സ്വഹാബികളെ, ഇതുതന്നെയല്ലേ ഞാൻ നിങ്ങൾക്ക് ഇവനെക്കുറിച്ച് പറഞ്ഞെന്നത്? ബലാ യാ റസൂലല്ലാഹ്. അവരൊരു കാര്യം ചോദിച്ചു, നബിയെ, അങ്ങനെ ഒരു വർഷത്തെ ദൈർഘ്യമുള്ള ഒരു ദിവസമാണെങ്കിൽ ഞങ്ങൾക്ക് അതക്ഫീന സ്വലാത്തു യൗം, ഒരു ദിവസത്തെ നിസ്കാരം നിസ്കരിച്ചാൽ മതിയോ? ഒരു വർഷം രാവിലെ സുബഹി തുടങ്ങി മഗ്രിബ് ആകുമ്പോഴേക്കും 365 ദിവസങ്ങളുടെ ദൈർഘ്യം ഉണ്ടാവും. അപ്പൊ ഞങ്ങൾക്ക് ഒരു ളുഹറും ഒരു അസ്റും ഒരു മഗ്രിബും സുബഹിയൊക്കെ പോരെ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, ലാ ഉഖ്ദുറു ലഹു ഖദറഹ്, നിങ്ങളതിനെ കൃത്യമായും കണക്കാക്കണം. സുബഹി കഴിഞ്ഞ് സൂര്യോദയം കഴിഞ്ഞ് ഒരു 7 മണിക്കൂർ കഴിഞ്ഞാൽ ളുഹറാണ്. അത് കഴിഞ്ഞൊരു 3 മണിക്കൂർ 2.5-3 മണിക്കൂർ കഴിഞ്ഞാൽ അസറാണ്. അത് കഴിഞ്ഞ് 2-2.5 മണിക്കൂർ കഴിഞ്ഞാൽ മഗ്രിബാണ്. അത് കഴിഞ്ഞൊരു 1-1.25 മണിക്കൂർ കഴിഞ്ഞാൽ ഇശയാണ്. ഇങ്ങനെ നിങ്ങൾ സമയത്തെ കണക്കാക്കി ഒരു വർഷത്തെ നിസ്കാരം നിസ്കരിച്ചേക്കണം എന്ന് നബി തങ്ങൾ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്ത ഹദീസാണിത്. ഇപ്പോൾ ആർട്ടിക്കൻ അന്റാർട്ടിക്കൻ റീജനുകൾ, നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട് ഭൂമിയുടെ. ഏറ്റവും മുകൾ ഭാഗവും താഴ്ഭാഗവും പോളാർ ബെയറുകൾ, പോളാർ കരടികളെ കാണപ്പെടുന്ന പ്രദേശങ്ങൾ. അവിടെ 6 മാസം പകലും 6 മാസം രാത്രിയുമുള്ള പ്രദേശങ്ങളുണ്ട്. എങ്ങനെ നിസ്കരിക്കുക? ഈ ഹദീസാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നാ പറയാ. അതായത് 24 മണിക്കൂർ കണക്കാക്കി ഓരോ ദിവസത്തെയും മണിക്കൂറുകളുടെ ആ ഗ്യാപ്പുകൾ നോക്കി സുബഹിയും ളുഹറും അസറും മഗ്രിബും നിസ്കരിക്കുമ്പോൾ സൂര്യ ഉദിച്ചുകൊണ്ടിരിക്കുക, കാരണം കുഴപ്പമില്ല. 6 മാസം പകൽ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, അവർക്ക് നിസ്കരിക്കണ്ടേ? ആ നിസ്കാരത്തിന്റെ മസ്അല മസീഹു ദജ്ജാലിന്റെ ഈ ഹദീസിൽ നിന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നത്. ഉഖ്ദുറു ലഹു ഖദറഹ്, 24 മണിക്കൂറുള്ള ഒരു ദിവസമായി നിങ്ങൾ ആ ഒരു കൊല്ലം ദൈർഘ്യമുള്ള ദിവസത്തെ നിങ്ങൾ ഓഹരി വെക്കണം. അങ്ങനെ നിങ്ങൾ 5 വക്ത് ഓരോ ദിവസത്തെയും നിസ്കാരം അതത് ദിവസങ്ങളിൽ എന്ന പോലെ നിസ്കരിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനോട്, പടച്ചതമ്പുരാനോട് നമുക്കുള്ള ഖൈറാണ് മുഅ്മിനെ നമ്മുടെ നിസ്കാരം. നിസ്കാരം അല്ലാഹുമ്മ ജഅൽനാ മുഖീമിസ് സ്വലാ, നിസ്കാരം നിലനിർത്തുന്നവരായി അല്ലാഹുവേ ഞങ്ങളെ നീ മാറ്റിത്തരണമേ തമ്പുരാനെ. മുഅ്മിനീങ്ങളെ, സമയം വൈകുന്നുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരല്പസമയം കൂടെ ചൂടുക്കണ്ട, ഓക്കെ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഒരല്പം കൂടി ഹദീസുകളെ ഒന്ന് വൈൻഡപ്പ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസീഹു ദജ്ജാലിന്റെ ഒരു വിഷയത്തെ പറ്റി പറഞ്ഞത്, അവൻ മാജിക് കാണിക്കുന്ന ആളാണ്, അവൻ അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളാണ്. അത്ഭുതങ്ങൾ കാണിക്കലല്ല, അത്ഭുതങ്ങളെ കാണലോ അത്ഭുതങ്ങൾ ദർശിക്കലുമല്ല ദീനിന്റെ വിഷയം. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞത് ആ മനുഷ്യന്റെ ദീനാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ ഇമ്മത്തുകൾ. ഒരു മനുഷ്യന്റെ ദീനാണ് ഏറ്റവും വലിയ കറാമത്ത്. ഒരു മനുഷ്യന്റെ ദീനാണ്. ദീനില്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ദീനില്ലാതെ ഒരുപാട് അത്ഭുതങ്ങൾ ഇവിടെ പലർക്കും കാണിക്കാൻ പറ്റും. പിശാചിനെ സേവ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് അള്ളാഹു പൊരുത്തലുണ്ടെന്ന് അർത്ഥമുണ്ടോ? ഒരർത്ഥവുമില്ല. കാഹിനുകൾ, അതായത് ഫോർച്യൂൺ ടെല്ലേഴ്സ്, ഭാവി പ്രവചനം നടത്തുന്ന ആളുകൾ നബി ഞങ്ങളുടെ കാലത്തുണ്ട്.
യമനിൽ ധാരാളമുണ്ടായിരുന്നു, ഷാമിലുണ്ടായിരുന്നു. പക്ഷേ നബി തങ്ങൾ പറഞ്ഞു, മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു മാ യഖൂലു ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാശി പറയുകയോ കൈരേഖ നോക്കി സംസാരിക്കുകയോ ഭാവി പ്രവചിക്കുകയോ ചെയ്യുന്ന ഒരാളെ ചെന്ന് സമീപിക്കുകയും അയാൾ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീഅത്ത് അവർ അവിശ്വസിച്ചു എന്നാണ് ഇതിനർത്ഥമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് സിഹ്ർ ചെയ്യുന്ന ആളുടെ അടുത്തേക്ക് പോകരുതെന്ന് പറയാൻ കാരണം. സിഹ്ർ ചെയ്യലാരാ? ഉപദ്രവം ചെയ്യുക. എൻ്റെ അയൽവാസി ഗൾഫ് പോയിട്ടുണ്ട്, ഓൻ തല കുത്തിങ്ങോട്ട് തിരിച്ചു വരണം, എന്തെങ്കിലും പണിയെടുക്കണം, 500 ഉറുപ്പിക എടുക്കുക. ഇത് ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ട്. മുസ്ലിം പേരുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട്, പിന്നെ മുസ്ലിമീങ്ങളല്ലാത്തവർ ചെയ്യുന്നുണ്ട്. അവർക്ക് പിന്നെ അതൊന്നും പ്രശ്നമില്ലല്ലോ. നമ്മളെ പെണ്ണുങ്ങൾ പർദ്ദട്ട് സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ക്യൂ നിൽക്കുക, അത്തരം ആൾക്കാരുടെ മുമ്പിൽ ചെന്നിട്ട്, ഇത്തരം ആരാധനാലയങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് നമ്മുടെ പെണ്ണുങ്ങൾ കൂളായിട്ട് പുറത്തേക്കിട്ടിട്ടാണ് പോണത്. എന്തിനെന്നറിയോ? അമ്മായിമ്മക്ക് പണി കൊടുക്കാൻ, അമ്മായിമ്മ മരുകൾക്ക് പണി കൊടുക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ജ്യേഷ്ഠത്തെ അനുജത്തിക്ക്, കുടുംബക്കാർക്ക്, ബന്ധുക്കൾക്ക്, അയൽവാസികൾക്ക്. പച്ചയായ സിഹർ. ഇസ്ലാം എന്നാണ് പുറത്തു പോകും, പുറത്തൊക്കെ മേത്തുണ്ടാവുള്ളൂ. പക്ഷേ ആ ശരീരം തൗബ ചെയ്ത് മടങ്ങിയില്ലേ, പൊരുത്തപ്പിടിച്ചില്ലേ, നേരെ തീയിലേക്ക്, നരകത്തിലേക്ക് പോകുന്ന ശരീരമാണ്. നിസ്കാരത്താഴ്മ്പുണ്ടായിട്ട് കാര്യമില്ല. എനിക്കറിയാം, രാവിലെ സുബഹിക്ക് 1 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു ഉമ്മ. പക്ഷെ പരിപാടി ഇതാണ്, സിഹർ ചെയ്യാം. സിഹർ ചെയ്യാം, മാരണം ചെയ്യാം. ഞാനിത് ചെയ്യോ, ഇസ്ലാമിന് പുറത്തു പോണ കാര്യമല്ലേ, അതും പറയും. എന്നിട്ട് പരിപാടി ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്തൊരു അറിവില്ലായ്മയാണിത് റബ്ബേ ഇത്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഇത് കൂടിക്കൊണ്ടുവരെ. എനിക്ക് തോന്നുന്നു എല്ലാ വേള പറയുന്ന ഉസ്താദന്മാരും അതിൻ്റെ അവസാനത്തിലെങ്കിലും ഇതിൻ്റെ ഫിത്നയെക്കുറിച്ച് പറഞ്ഞേ പറ്റൂ. കാരണം ഈ ഉപദ്രവമല്ലാത്ത ഡോക്ടർമാർക്ക് മനസ്സിലാവില്ല. അവർ സ്കാൻ ചെയ്യും, MRI സ്കാൻ ചെയ്യും, അത് ശരീരമാസകലം വേദന. ചിലപ്പോൾ വേദന ഊരക്ക്, പെട്ടെന്ന് അത് തലയിലേക്ക് കയറും, പിന്നെ ഷോൾഡറിലേക്ക്, പിന്നെ കാലിലേക്ക്. സ്ഥിരതയില്ലാത്ത ഓടിക്കൊണ്ടിരിക്കുന്ന വേദന. കാരണം എന്തെന്നറിയില്ല. എന്ത് തൊട്ടാലും മുടക്ക്, എന്ത് കാര്യങ്ങൾ ചെയ്താലും മുടക്ക്. ഇതൊക്കെ പറയുമ്പോൾ ചൂഷണം ചെയ്യാൻ, മുഅ്മിനീങ്ങളെ ചൂഷണം ചെയ്യാൻ ആളുകൾ വരും. ഞങ്ങൾക്കത് മാറ്റിത്തരാൻ പറ്റും, 10,000 വെക്കണം, 20,000 ചെലവ് വരും, 5 ലക്ഷം വരും ചെലവ്. അവർ തന്നെ കള്ളന്മാരാണ്. കാരണം ഇത് മുഅ്മിനീങ്ങൾക്ക് വന്നൊരു വിഷമം. അള്ളാഹുവിൻ്റെ ദീനിലുള്ള ദുആഉം റുഖിയയും ചെയ്ത് ചികിത്സിക്കേണ്ട ഒരു കാര്യത്തിന് കാശ് ചോദിക്കാൻ പാടില്ല എന്നാണ്. പിന്നെ പോകുന്ന ബുദ്ധിമുട്ടുള്ള ആള് രോഗി, അവരുടെ രോഗത്തിന് പരിഹാരമാകുമ്പോൾ ചികിത്സ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഹദിയ സമ്മാനം കൊടുത്തു, കുഴപ്പമില്ല, അതൊരു മാന്യതയാണ്. നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ അവർക്കൊരു സന്തോഷം അങ്ങോട്ട് കൊടുക്കുന്നത് നല്ലതാണ്, അത് ചെയ്തേ പറ്റൂ. പക്ഷേ അത് വാങ്ങി അത് ചോദിക്കുകയോ കണക്ക് പറയുകയോ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയോ ഇത് ചികിത്സ ചെയ്യുന്ന ആളുകൾ ചെയ്താൽ അവരുടെ ചികിത്സയിൽ ഫലമുണ്ടാവില്ലെന്നാണ്. ആളുകൾ ഇങ്ങനെ ഓടുകയാണ്. ഇത്തരം ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊൽസമാത്ത് എന്ന് പറയും, ഇതിൽ പച്ച സിഹർ വരെ ഉണ്ടാവും. തൊൽസമ മൻ വാഫഖ ഖത്തുഹു, ഒരു കാന നബിയ്യും മിനൽ അംബിയാ യഖുത്ത്, അമ്പിയാക്കന്മാരിൽ ഇങ്ങനെ വരകൾ വരച്ചിരുന്നൊരു നബി ഉണ്ടായിരുന്നു എന്ന് ഒരു ഹദീസോ അസറോ കാണാറുണ്ട്. നമ്മുടെ ആലിമീങ്ങൾ കഥ പറയാം. ആ ഒരു ഖത്തുമായി യോജിച്ചു വന്നാൽ അത് കറക്റ്റ് തന്നെ. അല്ലെങ്കിൽ നമുക്കറിയില്ലല്ലോ ഏതാണ് യോജിക്കുന്നത്, ഏതാണ് യോജിക്കാത്തത്. ഏതെങ്കിലും തൊൽസമാത്തിൻ്റെ കിതാബ് എടുത്ത് വെച്ചിട്ട് വര തുടങ്ങും. ഈ വരയിൽ പിശാചിൻ്റെ പേരും സേവയും അടക്കമുള്ള വിഷയങ്ങൾ വരും. അതാ മടക്കി പിടിച്ച് കൊടുക്കുക. പച്ചയായ സിഹറല്ലേ. ചിലർ അതിലും അപ്പുറം. പിന്നെ നിങ്ങളുടെ ഈ സിഹർ തീരണമെങ്കിൽ ഇന്നാലിന്ന ദൈവത്തിന്, ഇന്നാലിന്ന ദേവിക്ക് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. നമ്മൾ ഇസ്ലാം പറയാം, എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം, ആദരിക്കണമെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. ആരോട് നമുക്ക് ഒരു വിദ്വേഷമോ ഒരു പകയോ ഒന്നും പാടില്ല. സ്നേഹവും ബഹുമാനവും ആദരവും തന്നെയാണ്. പക്ഷേ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഈമാൻ വലിയ ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹുവേതര വിഷയങ്ങളെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. മരിക്കുമ്പോൾ ഈമാൻ കിട്ടൂല. അതുകൊണ്ട് മുഅ്മിനെ ആരെയും ബുദ്ധിമുട്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കല്ലേ. നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഈ പണികൾ ചെയ്യുന്നത്, ആ പണി നിങ്ങളിലേക്ക് തിരിച്ചു വരും. അത് നിങ്ങൾക്ക് തിരിച്ചടിക്കും. മുഅ്മിനീങ്ങളെ തൊട്ട് കളിക്കരുത്. മുഅ്മിനീങ്ങൾ സൂറത്തുൽ ബഖറയും ആയത്തുൽ കുർസിയും അതുപോലെ തന്നെ ഹിഫ്ദിൻ്റെ ആയത്തുകളും ഔറാദുകളും വിർദുകളും ഔറാദു സ്വബാഹി വൽ മസാ, അദ്കാറു സ്വബാഹി വൽ മസാ, ഇതൊക്കെ ഓതുന്ന മുഅ്മിനീങ്ങളായിരിക്കും. അവരോട് കളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദിക്റോ ഖുർആനൊക്കെ കുറഞ്ഞ ആളുകൾ പെട്ടെന്ന് ഫലിക്കും. ഉപദ്രവങ്ങളുണ്ടാകും. ഒരു മനുഷ്യൻ ഉപദ്രവിച്ച് പ്രയാസപ്പെട്ട് കാണുന്നത് സന്തോഷിക്കാൻ ഒരു ഈമാനുള്ള മനുഷ്യന് കഴിയുമോ? അതല്ല അയൽവാസിയും കുടുംബമൊക്കെ ആവുന്നത്. ഈമാനുണ്ടെങ്കിൽ പറ്റുമോ?
ചോരബന്ധമുള്ള ആളുകൾ, അയൽപക്ക ബന്ധമുള്ള ആളുകൾ, കുടുംബക്കാര് എങ്ങനെയാ ഇങ്ങനെ സ്വന്തം കൂടപ്പിറപ്പുകളെ ബുദ്ധിമുട്ടാക്കുന്നത്, ഉപദ്രവിക്കുന്നത്? ഒരു മുഅ്മിൻ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ്. അതിനർത്ഥം കെട്ടുകളിൽ ഊതുന്ന നഫ്സുകളിൽ നിന്ന് റബ്ബേ കാവൽ തരയണമേ. കെട്ടിട എന്ന് പറഞ്ഞാൽ സിഹർ ചെയ്യുക. അവിടെ നഫ്ഫാഥാത്ത് എന്ന് പെണ്ണുങ്ങളുടെ ഒരു പ്രയോഗമുണ്ട്. അവിടെ സ്ത്രീലിംഗമാണത്, നഫ്ഫാഥാത്ത്. നഫ്ഫാഥൂന എന്ന് പറഞ്ഞ ആണുങ്ങളാണ്. നഫ്ഫാഥാത്ത് അൽ അൻഫുസ് അങ്ങനെ പറയും. ഇങ്ങനെ ഊതുന്ന ശരീരങ്ങൾ എന്ന അർത്ഥത്തിലാണ്. അതല്ല, പെണ്ണുങ്ങളാണ് ഈ പണിക്ക് കൂടുതൽ ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് പെണ്ണുങ്ങളിലേക്ക്